16ാമത്തെ വെബിനാറാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസ് നമ്മുടെ വെബിനാർ കൈകാര്യം ചെയ്യാൻ വേണ്ടി വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നിന്ന് സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഡോക്ടർ PK സുമോദൻ സാറാണ്. സാറിനെ സ്നേഹാദരങ്ങളോടെ നമ്മുടെ വെബിനാറിലേക്ക് ക്ഷണിക്കുകയാണ്, വാക്ക് വിത്ത് VC ക്ഷണിക്കുകയാണ്. അതുപോലെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെബിനാറിൽ ജോയിൻ ചെയ്തിട്ടുള്ള വാക്ക് വിത്ത് VC അംഗങ്ങളും അല്ലാത്തവരുമായിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് സുമോദൻ സാറിനെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സുസ്മിത ടീച്ചറെ ക്ഷണിക്കുന്നു. ടീച്ചർക്ക് കൈമാറുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ദീപ. സുമോദേട്ട സ്വാഗതം. അപ്പം സുമോദേട്ട എൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. അടുത്ത കാലത്താണ് നമ്മൾ പരിചയപ്പെട്ടതേ ഉള്ളൂ. അപ്പൊ സുമോദേട്ടൻ റിട്ടയർ ചെയ്തിട്ടുള്ളത് അസോസിയേറ്റ് പ്രൊഫസർ ഇൻ സുവോളജി ആയിട്ടാണ്. ബയോഡാറ്റ നോക്കിയാൽ ഒരുപാടുണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രം, വളരെ പ്രധാനപ്പെട്ട മാത്രം പറയാം. 2001 മുതൽ 2003 വരെ വയനാട് ജില്ലാ മലേറിയ ഓഫീസർ ആയിരുന്നു. അതുപോലെ തന്നെ 1991 മുതൽ 2000 വരെ ഗോവയിലെ മലേറിയ റിസർച്ച് സെന്ററിൽ അസിസ്റ്റന്റ് റിസർച്ച് സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആണ്. ഇഗ്നോ ന്യൂഡൽഹിയുടെ അക്കാഡമിക് കൗൺസിലർ ആണ്. 41ഓളം റിസർച്ച് പബ്ലിക്കേഷൻസ് ഉണ്ട്. 19 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 12 ടെക്സ്റ്റ് ബുക്ക്, ബാക്കി പോയട്രി ഉൾപ്പെടെ ബാക്കി പുസ്തകങ്ങളാണ്. പിന്നെ UGCയുടെ ട്രാവൽ ഗ്രാൻഡ് കിട്ടി ഇന്റർനാഷണൽ കോൺഫറൻസിലൊക്കെ പങ്കെടുത്ത ആളാണ്. വിരമിച്ചിട്ടും നിരന്തരം വെബിനാറുകളും സെമിനാറുകളൊക്കെ ഇപ്പോഴും അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രൊഫസർ കരീംഭായ് ഇന്റർനാഷണൽ അവാർഡ് ഫോർ എക്സംപ്ലറി കോൺട്രിബ്യൂഷൻ ഇൻ വെക്ടർ ബോൺ ആൻഡ് സൂനോട്ടിക് ഡിസീസസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് 2023 ആ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ PG ബോർഡ് മെമ്പറാണ് യൂണിവേഴ്സിറ്റിയിലെ. അതുപോലെ ഇപ്പം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ലൂക്ക സയൻസ് മാഗസിന്റെ എഡിറ്റോറിയൽ മെമ്പറാണ്. റിസർച്ച് ഗൈഡാണ്. കുറെ പേരെ റിസർച്ച് ഗവേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സാക്ഷരതാ മിഷന്റെ പ്രോഗ്രാമിലെ ടെക്സ്റ്റ് ബുക്കിലെ 2-3 ചാപ്റ്റർ ഒക്കെ സുമോദേട്ടൻ എഴുതിയതാണ്. അപ്പൊ ഏതായാലും ഒരുപാട് വെബിനാറുകൾ, എനിക്കൊന്ന് ദിവസം വെബിനാറുകളും സെമിനാറുകളായിട്ട് തിരക്ക് പിടിച്ച ഒരു ഇതിനിടക്കും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിൽ വലിയ സന്തോഷം. ഞങ്ങളുടേത് ഇങ്ങനെ ഒരു പഠനവും ഗവേഷണവും സംരക്ഷണവും ഒക്കെ ഇങ്ങനെ പോകുന്നൊരു കൂട്ടായ്മയാണ്. അപ്പൊ അതില് പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ കൊതുകുകളെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണല്ലോ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത നമുക്ക് മൈക്കിനി കൈമാറാം അല്ലേ? ഓക്കെ, താങ്ക് യു സുസ്മിത. ഞാനൊന്ന് പ്രസന്റേഷൻ എടുക്കട്ടെ. ഓക്കെ, കഴിഞ്ഞ മാസത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് മാസം 20-ാം തീയതി ലോക കൊതുക് ദിനമായിരുന്നു. ഞാൻ അധികം ഇൻട്രൊഡക്ഷനിൽ സമയം കളയാത്തതുകൊണ്ടാണ് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം 4 വെബിനാറുകൾ ഉണ്ടായിരുന്നു. അത് പല സ്ഥലത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ കൂടിയുള്ള വെബിനാറുകളായിരുന്നു ഈ 4 എണ്ണവും. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിലായിരുന്നു ആ ഒരു 4 ക്ലാസ് കൂടി ഞാൻ എടുത്തത്. അപ്പൊ എനിക്കൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മലയാളത്തിൽ തന്നെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇത്തവണ ഈ ഒരു ക്ലാസ് പച്ച മലയാളത്തിൽ തന്നെയായിരിക്കും എടുക്കുന്നുണ്ടാവുക. പുറത്തുള്ളവരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ സുസ്മിതയോട് ചോദിച്ചിരുന്നു, ഏതെങ്കിലും നോൺ കേരളൈറ്റ് ആരെങ്കിലും ഉണ്ടാവുമെന്ന്. ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഞാൻ ഈ ഒരു വെബിനാർസ് എല്ലാം മോസ്കിറ്റോസിൻ്റെ ആയതുകൊണ്ട് ഓരോ വെബിനാറിനും പല വ്യത്യസ്തമായ പേരുകളാണ് കൊടുത്തത്. വ്യത്യസ്തമായ പേരുകൾ കൊടുത്തതെന്ന് മാത്രമല്ല, വ്യത്യസ്തതയുള്ള ക്ലാസ്സുകൾ തന്നെയായിരുന്നു, ഒരേപോലെയല്ല ഓരോ ക്ലാസ്സും. അപ്പൊ ഈ ഒരു ക്ലാസ് എന്നെ സുസ്മിത ക്ഷണിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് നിങ്ങളുടെ ആ പേര് തന്നെയാണ്, വാക്ക് വിത്ത് VC. അപ്പൊ അതിൽ നിന്നാണ് ഈ ഒരു പേര് ഞാൻ കടമെടുത്തത്. ഓക്കെ, അങ്ങനെയാണ് എസ്ട്രോൾ വിത്ത് മൊസ്കിറ്റോസ്. വാക്ക് എന്നുള്ളതിനെ മാത്രം ഒന്ന് മാറ്റി എസ്ട്രോൾ എന്നാക്കി മാത്രം. കൊതുകൾക്കൊപ്പം ഒരു നടത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇത് കേരളത്തിലായത് കൊണ്ട് തന്നെ ഞാൻ കേരളവും കൊതുകും തമ്മിലുള്ള ചില
ബന്ധങ്ങൾ കൂടി പറയും. അത് വെറും ശാസ്ത്രീയമായ ബന്ധം മാത്രമല്ല, സാംസ്കാരികമായ ചില ബന്ധങ്ങൾ കൂടി പറയും. അതായിരിക്കും അതിന്റെ ആമുഖം. അതിനുശേഷം നമുക്ക് അതിന്റെ ശാസ്ത്രത്തിലേക്ക് പോകാം. എനിക്കറിയാം ഇതിൽ എല്ലാം സുവോളജിക്കാരോ അല്ലെങ്കിൽ മറ്റേ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പിന്നെ ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇത്. ഞാൻ അധികം ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പോവില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ മലയാളത്തിൽ ലളിതമായി വിശദീകരിക്കുകയും ചെയ്തു. കാരണം ഞാൻ ഗോവയിലുള്ള സമയത്ത് സുസ്മിത പറഞ്ഞില്ല, ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഗോവയിലാണ്. അപ്പൊ ഗോവയിൽ ഞങ്ങൾ റിസർച്ചിനോടൊപ്പം തന്നെ മലേറിയ എഡ്യൂക്കേഷൻ ഞങ്ങളുടെ ഒരു വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ അത് ഞങ്ങൾ നടത്തിയത് അവിടുത്തെ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു. സ്കൂൾ വഴിയായിരുന്നു. അപ്പൊ ഗോവയിലുള്ള എല്ലാ സ്കൂളുകളെയും അതിനെ ഉൾപ്പെടുത്തുകയും ജൂനിയർ റെഡ് ക്രോസ് വഴി. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേക ടീം തന്നെ ഉണ്ടായിരുന്നു ഈ ക്ലാസ് എടുക്കുന്ന മിക്കവാറും ഞാൻ തന്നെയായിരിക്കും. അതിന് എക്സിബിഷൻ മറ്റേ അങ്ങനെ പല പരിപാടികളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഏതൊരു തലത്തിലുള്ള ഏത് ലെവലിലുള്ള ആളുകളോടും കൊതുകുകളെ പറ്റി സംസാരിക്കാൻ കഴിയും. എന്നിട്ടും ചില സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചോദിക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഇടക്ക് പിന്നെ ചോദിക്കേണ്ട, അവസാനം നിങ്ങൾ ഒന്നുകിൽ കമന്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ അവസാനം നമുക്ക് ഇന്ററാക്ഷൻ ഉള്ള സമയം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഞാൻ ആ ഒരു കേരള സംസ്കാരവുമായിട്ടുള്ള ഒരു ബന്ധം ഇതെന്റെ അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിനുവേണ്ടി കമ്പൈൻ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഓക്കെ. അത് ആദ്യമായിട്ടാണ് ഞാൻ പുറത്ത് പറയുന്നത്, ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിലായിരിക്കും ഇതിൽ എഴുതിയിട്ടുണ്ട് PPT. എല്ലാവർക്കും ഇംഗ്ലീഷ് വായിക്കുന്ന അറിയാറുണ്ട്. പക്ഷേ ഞാൻ അത് വിശദീകരണം മലയാളത്തിലായിരിക്കും. നമുക്ക് പഴഞ്ചൊല്ലുകളുണ്ട്, നാടൻ പാട്ടുകളുണ്ട്, മിമിക്രി ഉണ്ട്, ചില ഹാസ്യലേഖനങ്ങളുണ്ട്, ചെറുകഥകളുണ്ട്, ഈവൻ നോവലുകൾ പോലും കൊതുകുകളുമായി ബന്ധപ്പെട്ടതുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു ഓട്ടപ്രദേശം. ഞാനത് ആദ്യം വിശദമായിട്ടൊന്നും പറയില്ല, വെറുതെ നമ്മൾ സമയം കളയണ്ട. അല്ലെ, ഈ പഴഞ്ചൊല്ലി എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം. ഇതിൽ തന്നെ ബയോളജി ഉണ്ട്. കൊതുകിന്റെ ബയോളജി ഇതിൽ പറയുന്നുണ്ട്. കാരണം ചോര കുടിക്കാതെ കൊതുകിന് ജീവിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ആൺകൊതുകുകൾക്കല്ല കേട്ടോ. ആൺകൊതുകുകൾ കടിക്കില്ല, പെൺകൊതുകുകൾ മാത്രമേ കടിക്കൂ. കാരണം മുട്ട ഇടണമെങ്കിൽ അതിന് ചോര കുടിച്ചേ മതിയാവും. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് സാധനം കൊടുത്താലും അതിന് ചോര വേണം. ഓക്കെ. ഒരു നാടൻ പാട്ട്, ഞങ്ങൾ വടകരയൊക്കെയുള്ള ഒരു നാടൻ പാട്ടാണ്. ഇതിന്റെ മറ്റ് പാഠഭേദങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക കേട്ടോ. ഒക്കെ എന്റെ പുസ്തകത്തിൽ അതൊക്കെ ഉൾപ്പെടുത്താം. ഇത് ഞാൻ കുറെ കാലം കൊണ്ട് ശേഖരിച്ചതാണ് പല കാര്യങ്ങളും. അപ്പൊ ഇത് നാടൻ പാട്ടിന്റെ രീതിയിൽ പാടുന്നില്ല, പറയാം. ഓക്കെ. അതിങ്ങനെയാണ്. ചരട് ചങ്ങല ചമയം പൂണ്ടൊരു പിറുക്കിണ്ടന്നെ വന്നിറുക്കുന്നു, പിറുക്കിനാരെങ്കിലൊടയൊരുണ്ടെങ്കിൽ പിടിച്ചു കെട്ടിക്കൊ പിറുക്കണ, പരന്ന പാറമൽ ഉരുളൻ കല്ലെടുത്തെറിയും ഞാനിപ്പം പേർക്കണ. ഇതിന്റെ അർത്ഥം ആർക്കും മനസ്സിലായോ? വടക്കൻ കേരളക്കാർക്ക് ഒരുവിധം മനസ്സിലാവും. പിറുക്ക് എന്ന് പറഞ്ഞാല് മൊസ്കിറ്റോ ആണ്, കൊതുകാണ്. ഓക്കെ. കൊതുകിനെ പറ്റിയാണ് പറയുന്നത്. കൊതുകിനെ കൊണ്ട് ശല്യം കൊണ്ട് ഒരാൾ പാടുന്നതാണ്. എങ്ങനെ ആരെങ്കിലും പിടിച്ച് കെട്ടിക്കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ അതിനെ ഞാൻ ഇപ്പൊ കൊല്ലുമെന്ന് പറയുകയാണ്. ഓക്കെ. ഇപ്പൊ പിറുക്ക് എന്നുള്ള പേരാണ് കൊതുകിനേക്കാൾ നല്ല പേര് എന്നാണ് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങളൊക്കെ പെറുക്ക് എന്ന് പറയാറ്. കൊതുക് എന്നൊക്കെ പിന്നെ പുസ്തകത്തിലുള്ള പേരാണല്ലോ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പിറുക്കാണ് ശരിയായ പേര്. എന്തുകൊണ്ടാണ് ശരിയായ പേര് എന്ന് പിന്നെ പറയാം. ഓക്കെ. ഇപ്പൊ മിമിക്രി, നമുക്ക് കൊതുകിന്റെ പേരുള്ള ഒരു കലാകാരൻ തന്നെ ഉണ്ട് മലയാളത്തിൽ. എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത്. കൊതുക് നാണപ്പൻ എന്ന് പറയുന്ന സിനിമാ നടൻ. അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നത്. ഇപ്പം നാരായണൻ നമ്പൂതിരിയായിട്ട് ജനിച്ച ആളാണ്. അദ്ദേഹം ടെക്സ്റ്റൈൽ ടെക്നോളജിയാണ് പഠിച്ചത്. പിന്നെ പോളിടെക്നിക്, തിരുവനന്തപുരം പോളിടെക്നിക് ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിച്ച് ബോംബെയിലേക്ക് പോയി. അവിടെ ടെക്സ്റ്റൈൽ കമ്മീഷണർ ഓഫീസിലായിരുന്നു അദ്ദേഹത്തിന്റെ. ടെക്സ്റ്റൈൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടാണ് ജോലി. ആ സമയത്ത് തന്നെ ആദ്യമായിട്ട് 1968 അദ്ദേഹം ഒരു മിമിക്രി അവതരിപ്പിക്കുന്നു. അതിന്റെ പേര്, അദ്ദേഹം സുഹൃത്തുക്കളും അതിന്റെ പേര് 3 കൊതുകുകൾ എന്നായിരുന്നു. ഒരു ആക്ഷേപഹാസ്യമായിരുന്നു ശരിക്കത്. പിന്നീട് കേരളത്തിലെ ആദ്യത്തെ ദീർഘമായ ഒരു മിമിക്രി, ഒരു നാടകം പോലെ അദ്ദേഹം അവതരിപ്പിച്ചു. 1973 ജൂൺ 30 ഗുരുവായൂർ ക്ഷേത്ര നാടകയിലാണ് അത് തുടങ്ങിയത്. മശക ഘോഷയാത്ര അല്ലെങ്കിൽ കൊതുകുകളുടെ ഘോഷയാത്ര എന്നായിരുന്നു അതിന്റെ പേര്. അത് പിന്നെ മിക്കവാറും അതിൽ വലിയ കൊതുക്കളും അദ്ദേഹത്തിന്റെ മകനും അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ കുട്ടിക്കൊതുകായിട്ട്. ഓക്കെ. അതിന്റെ റെക്കോർഡിങ് നമ്മുടെ കയ്യിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക.
നമ്മൾ എന്തായിരുന്നു അതിന്റെ ഉള്ളടക്കം എന്നറിയില്ല. പക്ഷെ അതും ആക്ഷേപഹാസ്യം തന്നെ ആവാനാണ് സാധ്യത. ഇതായിരുന്നു ആദ്യത്തെ ഒരു മിമിക് പരേഡ്. ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, ആദ്യത്തെ മിമിക് പരേഡായിരുന്നു. അപ്പൊ ഈ നാടകം കണ്ടിട്ട് നമ്മളെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനുണ്ടല്ലോ, ഹാസ്യ സാഹിത്യകാരൻ സുകുമാർ, അദ്ദേഹം ആ ഒരു നാണപ്പന്റെ ആ ഒരു നാണപ്പൻ അദ്ദേഹത്തെ വിളിക്കുക, പൊതു നാണപ്പനാണല്ലോ. 18 കൊതുകുകളുണ്ട്, 18 കഥാപാത്രങ്ങളാണ് അതിലുള്ളത്. അപ്പൊ ഇത് കണ്ടിട്ട് ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മക്ഷിക യാചകാദിവൗ മക്കുണ മശക രാത്രൗ പിപീലികാച്ച ഭാര്യാച്ച ദിനരാത്രം തുഭാതതേ. ഇതിന്റെ അർത്ഥം എങ്ങനെയാണ്? ഈച്ചയും യാചകനും പകലും, മൂട്ടയും കൊതുകും രാത്രിയിലും, ഉറുമ്പും ഭാര്യയും രാപ്പകൽ വ്യത്യാസമില്ലാതെയും മനുഷ്യരെ ഉപദ്രവിക്കുന്നു. ഇപ്പോഴൊന്നും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ? അതൊരു വലിയൊരു ജെൻഡർ ഇഷ്യൂ ആവും. ഇപ്പം അക്കാലത്ത് അതൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇന്നാണെങ്കിൽ ഫേസ്ബുക്കിൽ അറിയാമല്ലോ എന്ത് ബഹളം, എന്തൊക്കെ തരത്തിലുള്ള ബഹളമായിരിക്കുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, മറ്റൊരു അമ്മൂമ്മ കഥ. ഈ അമ്മൂമ്മ കഥയൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അതൊരു വളരെ ബ്രീഫായിട്ട് 1-2 വരി പറയാം. ഇത് ഒരു കൊതുകും ഒരു തവളയും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിനെ പറ്റിയാണ്. അപ്പൊ കൊതുകും തവളയും കൂട്ടുകച്ചവടം നടത്തി. ഒരു ദിവസം പെട്ടെന്ന് കച്ചവടം ഇങ്ങനെ വലുതായി വന്നു. പെട്ടെന്ന് ഒരു ദിവസം തവളയെ കാണാനില്ല. തവള പണപ്പെട്ടിയും കൊണ്ട് മുങ്ങി. അപ്പം അതിനുശേഷം കൊതുക് ഇയാളെയും തേടി ഇങ്ങനെ നടക്കുകയാണ്, ഈ തവളയും നോക്കിയിട്ട്. അങ്ങനെ മഴക്കാലം വന്നു. അപ്പൊ മഴക്കാലം വന്ന് ഒരു ദിവസം കുളത്തില് തവളയുടെ തല കണ്ടു. അപ്പൊ അതിന്റെ അടുത്ത് പോയിട്ട് കൊതുക് പാടുകയാണ്, പണം 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 എന്ന് പാടുകയാണ്. അതാണത്തെ കൊതുകിന്റെ പാട്ട്. ഓക്കെ, പണം 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 എന്ന് ആണത്രേ ഈ കൊതുക് പറയുന്നത്. അപ്പൊ തവളയുടെ മറുപടി ഇതായിരുന്നു: തറാം 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 തറാം. ഏതായാലും പണം ഇതുവരെ കിട്ടിയില്ല എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ പാട്ടങ്ങനെ തുടരുകയാണ്. ഹാസ്യലേഖനം ഏറ്റവും കൂടുതൽ കൊതുകുകളെ പറ്റി ലേഖനം എഴുതിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ സഞ്ജയൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ വലിയൊരു ലേഖനമാണ് സമസ്ത കേരള കൊതുമഹായോഗം. 1934 അത് പബ്ലിഷ് ചെയ്തത്. മിക്കവാറും അത് മാതൃഭൂമിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. കാരണം അദ്ദേഹത്തിന്റെ സഞ്ജയൻ എന്ന് പറയുന്ന ആ ഒരു പത്രം വരുന്നത് 1936. അപ്പൊ അതിന് മുമ്പാണിത്. അപ്പൊ അതിൽ ഈ കൊതുകുകളെ പറ്റിയാണ്. ഭയങ്കര രസമാണ് അത് വായിക്കാൻ. വലിയ ദീർഘമായിട്ടുള്ള ഒരു ലേഖനമാണ്. അപ്പൊ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം വായിക്കാം. മുനിസിപ്പാലിറ്റി ഏർപ്പാടിനെ, അപ്പൊ അത് ശരിയായ സമ്മേളനം പോലെ നടക്കുന്നത്. പ്രമേയങ്ങളും മറ്റേതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രമേയ, അതുപോലെ സ്വാഗത പ്രസംഗം ഉണ്ട്. അപ്പൊ സ്വാഗത പ്രസംഗത്തിലെ ഒരു ഭാഗമാണിത്. മുനിസിപ്പാലിറ്റി ഏർപ്പാടിനെ അധ്യക്ഷൻ സ്തുതിച്ചു. മലബാറിൽ ഇനിയും മുനിസിപ്പാലിറ്റികൾ വർദ്ധിച്ചാൽ തങ്ങൾക്ക് വളരെ അഭിവൃദ്ധിയായിരിക്കുമെന്നും അതുകൊണ്ട് കഴിയുന്നിടത്തോളം മുനിസിപ്പാലിറ്റികളുടെ എണ്ണം അധികമാക്കുവാൻ ശ്രമിക്കേണ്ടതാണെന്നും അദ്ദേഹം സ്ഥാപിച്ചു. നിങ്ങൾക്ക് അറിയാലോ, മുനിസിപ്പാലിറ്റിയിലാണല്ലോ കൊതുക് വളർത്തൽ കേന്ദ്രങ്ങളുള്ളത്. അപ്പോൾ അതൊരു സറ്റയറാണ് ശരിക്കും. ആക്ഷേപഹാസ്യം പോലെയുള്ളതാണ്. വലിയൊരു ലേഖനമാണത്. 2 നോവലുകളിലും കൊതുകുകൾ കഥാപാത്രങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എസ്.കെ. പൊറ്റക്കാടിന്റെ വിഷകന്യകയാണ്, 1948 പബ്ലിഷ് ചെയ്തത്. അതിലെ മുഖ്യ കഥാപാത്രം ശരിക്കും മലമ്പനിയാണ്. അപ്പൊ അങ്ങനെ കുടിയേറ്റം വയനാടാണെന്ന് തോന്നുന്നുണ്ട്. വയനാട് പോലുള്ള സ്ഥലത്ത് അതാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അവിടെ കുടിയേറി വന്ന ആൾക്കാർ മലമ്പനി ബാധിച്ച് മരിച്ച് ഒടുങ്ങുന്ന ഒരു കഥയാണത്. അപ്പൊ ഈ കൊതുകിനെ പറ്റി ധാരാളം പറയുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു ഭാഗം ഇതാണ്, കൊതുകിനെ പറ്റി പറയുന്നൊരു ഭാഗം. മഴക്കാലം തുടങ്ങി. മലയിലെ കുഴികളിലും കീഴ്നിലങ്ങളിലെ താഴ്ചെരിവുകളിലും മലിനജലം കെട്ടിനിന്നു. സസ്യങ്ങൾ ചീഞ്ഞു നാറിത്തുടങ്ങി. അതോടൊപ്പം മലമ്പനിയും പുറപ്പെട്ടു. നനഞ്ഞു തണുത്ത കനത്ത വായുവിൽ ആ വിഷബീജാണുക്കൾ വ്യാപിക്കുകയായി. മങ്ങിയ മലഞ്ചെരുവുകളിൽ നിന്നും തുറന്ന കീഴ്നിലങ്ങളിലെ കുടിലുകളിലേക്ക് അവ കൊതുക് വിമാനമേറി വിരുന്നു വരികയായി. ഓക്കെ, ഇങ്ങനെ വേറെയും കുറച്ച് ഭാഗങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. റീസെന്റ് ആയിട്ട് സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശിലയിലും കൊതുകുകളെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൽ ജലം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതില് കൊതുകിനെ പറ്റിയും കൊതുക് പരത്തുന്ന രോഗങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൽ കുറെയൊക്കെ അശാസ്ത്രീയവുമാണ്. ഓക്കെ, അതൊന്നും ഇപ്പൊ തൽക്കാലം പറയുന്നില്ല. അതൊക്കെ പുസ്തകത്തിൽ ഉണ്ടാവും, ആ സമയത്ത് നിങ്ങൾക്ക് വായിക്കാം. ഒരുപാട് ചെറുകഥകൾ ഉണ്ടായിരിക്കാം, പക്ഷെ എന്റെ കണ്ണിൽപ്പെട്ട ഒരു ചെറുകഥ മാത്രമേ ഉള്ളൂ കൊതുകിനെ പറ്റി പറയുന്നത്. അത് 1968 മാർച്ച് 3 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സക്കർ എഴുതിയ കഥയാണ്. അതിന്റെ വല എന്നാണ് ആ കഥയുടെ പേര്. അതൊരു ഒരു കൊതുകിന്റെ മുഴുനീളം ഒരു കൊതുകിന്റെ എന്താ പറയേണ്ടത്, ഒരു ആത്മരോദനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ആത്മകഥയാണ് ശരിക്കും. അതങ്ങനെ കൊതുക് ഒരാളെ രാത്രി കടിക്കാൻ പോവുകയും വലയിൽ കുടുങ്ങുന്നതും ഒക്കെയുള്ള
ഒരു കഥയാണത്. അതിലൊരു ഭാഗത്ത് എങ്ങനെയാ പറയുന്നത്, കൊതുകിന്റെ ഏകാന്തത ഒരു വിധത്തിൽ പറഞ്ഞാൽ അവസാനിച്ചിരുന്നു, എന്നിട്ടും താൻ ഏകാന്തനാണെന്ന് അത് മനസ്സിലാക്കി. ആ ചുവന്ന അക്ഷരത്തെ ഏകാന്തനാണെന്ന്, ഏകാന്തൻ എന്നാ പറയുന്നത്. അതിലൊരു അശാസ്ത്രീയതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ചുവപ്പ് നിർത്തി കൊടുത്തത്. കാരണം ഏകാന്തൻ എന്ന് പറഞ്ഞാൽ ആൺകൊതുകാണ്. ആൺകൊതുകൾ മനുഷ്യനെ കടിക്കില്ല. ഓക്കെ, അങ്ങനെയുള്ളൊരു കുഴപ്പമുണ്ട്. നമ്മളെ എഴുത്തുകാരുടെ ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. റിസർച്ച് വളരെ കുറവാണ്. ഏതെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് അത് ഒന്ന് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് വളരെ മോശമാണ് നമ്മുടെ മലയാളത്തിലെ എഴുത്തുകാർ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ വിദേശത്ത് നോക്കൂ, ഡാൻ ബ്രൗണിന്റെ നോവലൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. എത്ര നല്ല രീതിയിലാണ് റിസർച്ച് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഞാൻ പലപ്പോഴും പുള്ളി എഴുതുന്നത് വെറും ഫിക്ഷൻ ആണെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അതെല്ലാം സെർച്ച് ചെയ്ത് നോക്കും, എല്ലാത്തിനും റെഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ ആയിരിക്കണം എഴുത്തുകാർ എഴുതേണ്ടത്. ഇങ്ങനെ ഇതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വിശദമായിട്ട് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പുസ്തകം പബ്ലിഷ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഏതായാലും മാതൃഭൂമിക്ക് അയച്ചിട്ട് കാര്യമില്ല. ഓക്കെ, എനിവേ നമുക്കിനി ശാസ്ത്രത്തിൽ സയൻസിലേക്ക് വരാം. ഓക്കെ, അത്രയുമാണ് കൾച്ചറിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ കേരളത്തിൽ എപ്പോഴായിരിക്കും ആദ്യത്തെ കൊതുക് ഏതായിരിക്കും നമുക്കറിയില്ല എന്നതാണ് സത്യം. ഓക്കെ, ഇപ്പൊ മനുഷ്യർ കൊതുക് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഉണ്ടായ ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മനുഷ്യർ ജീവിക്കുന്ന കാലം തൊട്ടു തന്നെ കൊതുകുകളുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് സാംസ്കാരികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്കുള്ള അത്രയും ദീർഘമായിട്ടുള്ള സംസർഗമുണ്ട് കൊതുകുകളും നമ്മളെ മലയാളികളുമായിട്ട്. അതുകൊണ്ടായിരിക്കും കഥകളൊക്കെ വന്നത്. ഇത് കുറച്ചൊരു ശാസ്ത്രീയമായിട്ടുള്ള കൊതുകുകൾ എന്ന് തോന്നുന്ന, അത് മിക്കവാറും കൊതുകായിരിക്കാം, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം കുറച്ചുകൂടി ശാസ്ത്രീയമായ പഠനങ്ങൾ ആവശ്യമാണ്. അതിൽ അവർ പബ്ലിഷ് ചെയ്ത് 2000 പബ്ലിഷ് ചെയ്തൊരു പേപ്പറാണിത്. റെസിൻ എംബഡഡ് ഇൻസെക്ട്സ് ആൻഡ് അതർ ഓർഗാനിക് റിമെയിൻസ് ഫ്രം വർക്കലി ഫോർമേഷൻ കേരള കോസ്റ്റ് ഇന്ത്യ. ഇത് നിങ്ങളുടെ ഭാഗത്തുള്ളതാണ്. മാടായിപ്പാറയിലുള്ള അവിടെ പണ്ടൊരു കളിമൺ ഖനി ഉണ്ടായിരുന്നല്ലോ കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അവിടെയാണ് ഇവര് പരിശോധിച്ചത്. അപ്പൊ അവിടെ നമ്മുടെ ഒരു സെഡിമെന്റൽ റോക്സ് ഉണ്ടായിരുന്നു അവിടെ എക്സ്പോസ് ചെയ്തിരുന്നത്. വർക്കലി ബെഡ്സ് തന്നെ പറയും. കേരളത്തിലെ ഒരു സെഡിമെന്റൽ ഫോർമേഷന് പറയാം വർക്കലി. വർക്കലി മീൻസ് വർക്കലയാണത്. ആ പേരിലാണ് വർക്കലി എന്ന് പേര് വന്നത്. ഓക്കെ, അപ്പൊ അത് വടക്കൻ കേരളത്തിലെ മാടായിപ്പാറയിലും തെക്കൻ കേരളത്തിലെ കൊല്ലത്തിനടുത്തുള്ള കുണ്ടറയിലുമാണ് ഇത് എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ അവർ പരിശോധിച്ചപ്പോൾ അതിന്റെ പല ലെയേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ അവിടെ നിന്ന് അവർക്ക് മരത്തിന്റെ കറയിൽ റെസിൻ എന്ന് പറയുന്നത് കട്ടയായിട്ട് മാറി അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു കൊതുകിനെ കിട്ടിയിരുന്നത്. ക്യൂലക്സ് ആണെന്നാണ് അവർ അനുമാനിക്കുന്നത്. അവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കിയപ്പോൾ ഏകദേശം കൊതുകിനെ പോലെ ഉണ്ട്. അത് ഇതായിരിക്കാം, ഒരു ആൺകൊതുകായിരുന്നു അത്. ഇതായിരുന്നു നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കൊതുക് എന്ന് വേണമെങ്കിൽ നമുക്ക് അത് കൊതുകായിരുന്നെങ്കിൽ. നിർഭാഗ്യവശാൽ അവര് അത്ര കൃത്യമായിട്ട് അതിന്റെ ഏജ് ഒന്നും അത് കണ്ടുപിടിച്ചിട്ടില്ല. കാരണം അപ്പർ ടെർഷറി എന്ന് മാത്രമേ ഇത് പറയുന്നുള്ളൂ. അപ്പർ ടെർഷറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴങ്ങനെ ഒരു ടേം തന്നെ ഉപയോഗിക്കുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ തിരുത്താം. ഓക്കെ, ഇപ്പൊ പിന്നെ ആ ഒരു പീരീഡിന് അപ്പർ ടെർഷറി എന്ന് പറയുന്നത് ഏകദേശം 23 മുതൽ 3.6 മില്യൺ ഇയേഴ്സ് ബാക്ക്. ആ സമയത്താണ് ഈ ഒരു അപ്പർ ടെർഷറി എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും ഈ കൊതുക് അവിടെ ആ ഒരു മരത്തിന്റെ കറയിൽ ഒട്ടിപ്പിടിച്ച് മണ്ണിന്റെ അടിയിലായി പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അത്രയും പഴക്കമുണ്ട്. ഓക്കെ, ഇത് പരിശോധിക്കാൻ വേണ്ടി ഇനിയും വല്ല ചാൻസ് ഉണ്ടോ, ഈ കൊതുക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, പയ്യന്നൂരുള്ള കുറച്ച് അധ്യാപക സുഹൃത്തുക്കളെയും കൂട്ടി ഞാനിവിടെ പോയിരുന്നു. ആ ഒരു പണ്ട് മൈൻ ഉണ്ടായിരുന്ന ആ ഒരു കളിമൺ ഒരു പിന്നെ ഖനി ഉണ്ടായിരുന്ന സ്ഥലത്ത്. പക്ഷെ ഇപ്പോഴതില്ല, അതൊക്കെ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. സമരം കൊണ്ട് അതിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അവരുടെ ഡയറക്ടറോട് പെർമിഷനൊക്കെ വാങ്ങി പിന്നെ ഉള്ളിൽ കയറി പരിശോധിച്ചപ്പം അവിടെ ആ കുഴിയൊന്നും ഇപ്പോഴില്ല. ആ സെഡിമെന്റ് ആയിട്ടുള്ളതൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ധാരാളം റെസിൻ കട്ടകൾ, മരക്കറ കട്ടകൾ ധാരാളമായിട്ടുണ്ട്. ഇത് കോപ്പൽ എന്നാ പറയാ, കോപ്പൽ. നല്ല ഭംഗിയുണ്ടാവും. ഇത് കുറച്ചുകൂടി പിന്നെ ഫോസിലൈസേഷൻ നടന്ന ഇതൊരു രത്നക്കല്ല് പോലെയുള്ള സാധനമാകും. അതിന് ആംബർ എന്നാ പറയാം. ഓക്കെ, ഇത് ആംബർ ആയിട്ടില്ല, ഇത് കോപ്പൽ എന്നാണ് ഇതിന് പറയാം. അതുകൊണ്ട് അത്ര ട്രാൻസ്പെറന്റ് അല്ല. ആംബർ ആണെങ്കിൽ നല്ല നമുക്ക് ഉള്ളിലൂടെ കാണാൻ പറ്റും. ശരിക്കുള്ളൊരു രത്നക്കല്ല് പോലെയുണ്ട്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ കുറെ കളക്ട് ചെയ്തു. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് സാമ്പിൾ കിട്ടില്ല. കാരണം ഇതൊക്കെ പുറത്ത് കിടന്ന മഴയൊക്കെ കൊണ്ട് അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു മരക്കട്ട, ഈ ഒരു കറക്കട്ടയിൽ നിന്നായിരുന്നു ആ കൊതുകിനെ അവർക്ക് കിട്ടിയത്. പ്രത്യേകിച്ച് അതിന്റെ പ്രതലത്തിൽ ഉപരിഭാഗത്തു നിന്നാണ് അത് കിട്ടിയത്. അപ്പോൾ പയ്യന്നൂർക്കാരനാണെന്ന് പറയാം. പയ്യന്നൂരുള്ള ഒരു സാധനമാണ്. ഓക്കെ, ഇനി നമുക്ക് അത് തൽക്കാലം കേരളത്തിൽ നിന്ന് നമുക്ക് ലോകത്തിലേക്ക് പോവാം. ഓക്കെ, കൊതുക് ലോകത്തിലേക്ക് പതുക്കെ ഒന്ന് കടക്കാം.
എല്ലാവരും സുവോളജിക്കാരല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിന്റെ ഒരു എന്താണ് മൊസ്കിറ്റോ എന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു സുവോളജിക്കാരൻ എങ്ങനെയാണ് മൊസ്കിറ്റോയെ കാണുന്നത്? ഇപ്പൊ ഇൻസെക്ട്സ് ആണ്, അതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഇത് നിങ്ങളൊക്കെ ഈ ഒരു സൊസൈറ്റിയിലുള്ളവരായതുകൊണ്ട് എല്ലാവർക്കും ഇൻസെക്റ്റിനെ പറ്റി, പ്രത്യേകിച്ചും ചിത്രശലഭങ്ങളെ പറ്റിയും നിശാശലഭങ്ങളെ പറ്റിയോ അതൊക്കെ തുമ്പികളെ പറ്റിയൊക്കെയാണല്ലോ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നത്. കാരണം അതൊക്കെ നല്ല ഭംഗിയുള്ള ജീവികളാണ്, അതിനെ സംരക്ഷിക്കണം അല്ലെ, അതിനെ ഫോട്ടോ എടുക്കണം, ഇതൊക്കെ അതാണ് കൂടുതൽ അൺനാച്ചുറൽ ആയിട്ടുള്ള ആളുകൾ അത്തരം കാര്യങ്ങളിലാണ് വരുന്നത്. കൊതുകുകൾ എന്നാരും പഠിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഏതായാലും കൊതുകുകളും ഇൻസെക്റ്റുകളാണ്, ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സിൽ പലതരം ഇൻസെക്ട്സ് ഉണ്ട്. അതില് ഡിപ്റ്റീറൻസ് എന്ന് പറയുന്ന ഓർഡറിലാണ് മൊസ്കിറ്റോസ് ഉള്ളത്. ഡെപ്റ്റീറ എന്ന് പറഞ്ഞാൽ അവയ്ക്ക് 2 ചെറുകൾ മാത്രമേ ഉള്ളൂ. വേറെ ചിത്രശലഭങ്ങൾക്കൊക്കെ 4 ചിറകുകൾ ഉണ്ടാവും അല്ലെ, 2 പെയർ ഉണ്ടാവും. ഇത് 2 ചിറകുകളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഡിപ്റ്റീറൻസ്. ഫ്ലൈസ്, എല്ലാ ഈച്ചകളും എല്ലാം വരുന്നത് ഈ ഒരു ഗ്രൂപ്പിലാണ്. കിളിസിഡേ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലാണ് ഈ ഒരു മൊസ്കിറ്റോ ഉള്ളത്. ഈ ഒരു പേര് മൊസ്കിറ്റോ എന്ന പേര് വന്നത് അത് ശരിക്കും ഒരു ഇംഗ്ലീഷ് വാക്കല്ല. ഒന്നുകിൽ അത് സ്പാനിഷ് ആണ് അല്ലെങ്കിൽ പോർച്ചുഗീസ് ആണ്. അമേരിക്കയിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയത്. നോർത്ത് അമേരിക്കയിൽ 1583 അറൗണ്ട് 1583 ഈ ഒരു പേര് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷുകാർ അതിനെ നാറ്റ് എന്ന് പറയാറ്. നാറ്റ്, GNAT എന്നായിരുന്നു മൊസ്കിറ്റോസിനെ പറ്റി പറയുന്നത്. പക്ഷെ പിന്നീട് അത് ഇംഗ്ലീഷുകാരും ഈ പേര് ഉപയോഗിച്ച് ഇപ്പോഴവര് നാറ്റ് എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിക്ടർ എന്ന് പറയും, അങ്ങനെ ബഗ്സ് എന്നൊക്കെ പറയും, പല പേരും അവർ പറയും. ഓക്കെ, മൊസ്കിറ്റോ ഒരു ഒഫീഷ്യൽ നെയിമാണ്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മൾ മൊസ്കിറ്റോ എന്നാണ് പറയുക. ഓക്കെ, കൊതുകുകൾക്ക് പല ഭാഷയിലും പല പേരുണ്ട്. നമുക്ക് കൊതുക് എന്നുള്ളത് പോലെ തന്നെ ഹിന്ദിയിൽ, ഇന്ത്യൻ ഭാഷയെ നോക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ മച്ചർ, ബംഗാളിയിൽ മാഷ, ഗുജറാത്തിയിൽ വീണ്ടും മച്ചർ തന്നെ, കന്നഡയിൽ സൊള്ളെ എന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. SOLLE എന്നുള്ള കന്നഡ വായിക്കാൻ എനിക്ക് അറിയില്ല. വയ്യന്നൂർക്കാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും അല്ലെ, കാസർകോട്ടുകാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വായിക്കാൻ അറിയായിരിക്കും. മലയാളത്തിൽ കൊതുക്, കൊസു, അല്ലെങ്കിൽ പിന്നെ പിറുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് പിറുക്ക് എന്നുള്ള പേരാണ് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ട് എന്നുള്ളത്. കാരണം മൊസ്കിറ്റോ എന്ന വാക്കിന്റെ അർത്ഥം ലിറ്റിൽ ഫ്ലൈ എന്നാണ്, ചെറിയ ഈച്ച എന്നാണ് അർത്ഥം. അപ്പൊ പിറുക്ക് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ചെറുത് എന്നർത്ഥം അല്ലെ, ചെറിയ ഈച്ച പിറുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് അതാണെന്ന് തോന്നുന്നു. ഏതായാലും നമ്മൾ മലബാർ പറയുന്ന വാക്കുകളൊന്നും നല്ല വാക്കുകളല്ല എന്നാണ് കേരളത്തിലെ തെക്കൻ ഭാഗത്തുള്ള ആൾക്കാരുടെയൊക്കെ ഒരു ഒരു ബോധം. അങ്ങനെയാണല്ലോ ഒരു വിചാരം. അതുകൊണ്ട് നമ്മളെ പേരൊന്നും ആരും എടുക്കില്ല. നമുക്ക് അച്ചടി ഭാഷ അവിടെ നിന്ന് കിട്ടണം, തെക്കോട്ട് നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് അച്ചടി ഭാഷ ഉണ്ടാവുകയുള്ളൂ. എനിവേ, മറാത്തിയിൽ ടാസ് എന്ന് പറയും, ഒഡിയയിൽ മാഷ സംസ്കൃത വാക്കാണ്, ബംഗാളിൽ അത് തന്നെയാണ്, പഞ്ചാബിയിൽ മച്ചറാണ്, തമിഴിൽ നമ്മളെപ്പോൾ തന്നെ കൊസു ആണ്. കൊതുക് അല്ലെങ്കിൽ കൊസു, ആക്ച്വലി ഇറ്റ്സ് എ തമിഴ് വേർഡ്. അതിൽ നിന്നാണ് കൊതു എന്നുള്ള വാക്ക് വന്നത്. നമ്മുടെ ഭാഷ, നമ്മുടെ വാക്കല്ലത്. തെലുഗുലത് ദോമ എന്ന് പറയും. അഗൈൻ ഉറുദുവില് മച്ചർ, കൊങ്കണിയിൽ, ഞാൻ ഗോവയിൽ കുറെ കാലം ഉള്ളത് കൊണ്ട് എനിക്കറിയാം, അവിടെ ജളാരി എന്നാണ് അവര് കൊങ്കണിയിൽ പറയുന്നത്. ഓക്കെ, കൊതുകുകളുടെ ഒരു ചരിത്രമാണ് ഇനി പറയാൻ പോകുന്നത്. ഏത് കാലത്താണ്? വളരെ പഴയതാണ്. നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ മോഡേൺ മാൻ ഉണ്ടായിട്ട് ഏകദേശം 2-2.5 ലക്ഷം വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ. ഇത് മൊസ്കിറ്റോസ് അല്ല, ദേ ആർ മച്ച് ഓൾഡർ ദാൻ us. വളരെ പ്രായമുള്ള ആൾക്കാരാണ് മൊസ്കിറ്റോസ്. അതുകൊണ്ട് തന്നെ അവരോട് അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല. ഓക്കെ, എവല്യൂഷനിൽ ഒരുപാട് കണ്ടതാണ്, ഒരുപാട് ഓണം ഉണ്ടവരാണ് അവര്. ഓക്കെ, നമ്മളെക്കാളും ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്. ഓക്കെ, ഇപ്പൊ ഒറിജിൻ ഏകദേശം ഒരു 187 മില്യൺ ഇയേഴ്സ് ഒക്കെ എന്ന് പറയാം, 18.7 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ കൊതുക് ഉണ്ടായിരിക്കുക എന്നാണ് നമ്മളിപ്പോൾ അനുമാനിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ ഫോസിൽ കിട്ടിയിട്ടില്ല. കാരണം ഫോസിലൈസേഷൻ നടക്കാൻ പ്രയാസമാണ്. വളരെ മൃദുവായ ശരീരമുള്ള ജീവികളാണല്ലോ. ഇൻസെക്റ്റിന്റെ ഫോസിലുകൾ വളരെ കുറവാണ്. നമ്മൾ ആകെ കിട്ടുന്ന ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആംബർ എന്ന കല്ലുകൾ, ഇതും ചെടിയുടെ മരത്തിന്റെ കറ ഫോസിലൈസ് ചെയ്ത പിന്നെ ഒരു കല്ല് പോലെ, രത്നക്കല്ല് പോലെയുള്ള സാധനമാണ് നേരത്തെ കാണിച്ച. പിന്നെ അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി കണ്ടീഷൻസ്, നല്ല ടെമ്പറേച്ചറും നല്ല പ്രഷറൊക്കെ കൂടുതലുള്ള സമയത്താണ് പിന്നെ അതൊരു ആംബർ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇത് നല്ല പ്രഷ്യസ് സ്റ്റോൺ ആണ്. ഇത് സെമി പ്രഷ്യസ് സ്റ്റോൺ ആണ്, നല്ല വില കിട്ടും. ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. ട്രാൻസ്പെറന്റ് ആണ് കുറച്ചുകൂടി. ഓക്കെ, അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കൊതുകുകൾ നമ്മൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് മരത്തിന്റെ കറയാണല്ലോ. അപ്പൊ മരത്തിന്റെ കറ പുറത്തു വരുമ്പം ചിലപ്പോൾ യാദൃച്ഛികമായിട്ട് പല ജീവികളെല്ലാം ഒട്ടിപ്പിടിച്ചു വരുന്നുണ്ടാവും.
അങ്ങനെയുള്ളത് പിന്നെ വല്ല എർത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മണ്ണിന്റെ അടിയിലാവുകയും ചിലപ്പോൾ വെള്ളത്തിലെത്തിയിട്ടുണ്ടാവും, പിന്നെ ലേക്കിലും മറ്റും എത്തിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരുപാട് ടെമ്പറേച്ചറിനും പ്രഷറിനും വിധേയമായിട്ട് ആണത് ഇങ്ങനെ ഒരു രത്നക്കല്ല് പോലെ ആയിട്ട് മാറുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നും നമുക്ക് പല തരത്തിലുള്ള ജീവികളെയും കിട്ടിയിട്ടുണ്ട് ആംബേഴ്സിൽ നിന്ന്. ഈവൻ ഡൈനസോറിന്റെ ഒരു കഷ്ണം വാല് പോലും കിട്ടിയിട്ടുണ്ട് 2 വർഷം മുമ്പ് മിയാൻമർ, ബർമ്മ ഇതിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള കേന്ദ്രമാണ്. മിയാൻമർ ആംബേഴ്സ്, ഇറ്റ്സ് വെരി ഫേമസ്. അവിടെ ഡൊമിനിക്കൻ ഉണ്ട്, നമ്മുടെ ഇതുണ്ടല്ലോ ജുറാസിക് പാർക്ക് എന്നുള്ള സിനിമ, ഡൊമിനിക്കൻ പിന്നെ ആംബറിൽ നിന്നാണ് അവിടെ കൊതുകിന് കിട്ടിയത്. എന്നിട്ട് ആ കൊതുകിൽ നിന്നാണല്ലോ ഡൈനസോറിന്റെ രക്തം കിട്ടിയതും ആ രക്തത്തിൽ നിന്ന് DNA വേർതിരിച്ചെടുത്ത് പുതിയ ഡൈനസോറിനൊക്കെ ഉണ്ടാക്കുകയും ചെയ്തത്. അതൊക്കെ കഥയാണ്, അതൊന്നും സംഭവ്യമല്ല. അതിലൊന്നും DNA ഉണ്ടാവില്ല. DNA ഒക്കെ നുറുങ്ങി നശിച്ചു പോയിട്ടുണ്ടാവും. അത്ര പഴക്കമുള്ള അത്ര കാലമൊന്നും DNA നിൽക്കില്ല, ലാസ്റ്റ് ചെയ്യില്ല. ഓക്കെ, എനിവേ നമുക്ക് ഏറ്റവും പഴയ ഫോസിൽ 2 വർഷം മുമ്പാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷമോ അതിന്റെ വർഷം മുമ്പോ എന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, വളരെ റീസെന്റ് ആയിട്ടാണ്. ലെബനൻ എന്നാണ് കിട്ടിയത്. അതിന്റെ പേര് ലിബനോക്യുലസ് ഇന്റർമീഡിയസ് എന്നാണ് അതിന്റെ പേര്. 130 മില്യൺ ഇയേഴ്സ് എഗോ ആണ് അതിന്റെ പിന്നെ പഴക്കം എന്ന് പറഞ്ഞാല് 13 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇത് വളരെ നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കാർഡ് കിട്ടിയിട്ടുണ്ട്, ഫോട്ടോഗ്രാഫാണിത്. ഇതൊരു മെയിൽ മൊസ്കിറ്റോ ആണ് എങ്കിൽ പോലും അതിന്റെ പ്രബോസിസ് എന്ന് പറഞ്ഞാൽ ആ മൂർച്ചയുള്ള ഭാഗം, നമ്മൾ കടിക്കുന്ന ഭാഗം, സൂചി പോലെയുള്ള സാധനം, അതിനാണ് പ്രബോസിസ് എന്ന് പറയുന്നത്. സാധാരണ ആൺ കൊതുകുകളുടെ പ്രബോസിസ് വളരെ സോഫ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ അത് നമ്മുടെ തൊലിയിൽ കുത്തി ഇറക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ ഇതിന്റെ അങ്ങനെ ഇത് നല്ല ഹാർഡായിരുന്നു എന്നാ പറയുന്നത്, നല്ല ഉറപ്പുള്ള ഒരു പ്രബോസിസ് ആയിരുന്നു. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് പ്രോബബ്ലി തുടക്കത്തിൽ കൊതുകുകൾ ആൺകൊതുകുകളും കടിച്ചിരുന്നു, രക്തം കുടിച്ചിരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ പിന്നീട് എപ്പോഴും എവല്യൂഷന്റെ ഏതോ ഒരു ഘട്ടത്തിൽ ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടതായിരിക്കാം. ചിലപ്പോൾ അത് ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം, കാരണം അത് മുട്ട ഉണ്ടാക്കുന്നില്ലല്ലോ, ആവശ്യമില്ലാത്തത് കൊണ്ട് അത് നഷ്ടപ്പെട്ടതായിരിക്കാം. അങ്ങനെയാണല്ലോ എവല്യൂഷൻ നടക്കുന്നത്. അതിന് തൊട്ട് മുൻപുള്ളത് കുറെ കൊല്ലം ഇത് തന്നെയായിരുന്നു, വെർമാക്യുലസ് ആന്റിക്കസ്. ഞങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊസ്കിറ്റോ ഇതായിരുന്നു. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് പുതിയൊരു വിരസ് വന്നതാണ് വെർമാക്യുലസ് ആന്റിക്കസ്. അത് 90 മുതൽ 100 മില്യൺ ഇയേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ്. സോ അത്രയും പഴയ ഒരു ജീവിയാണ് കൊതുക്. അതുകൊണ്ട് തന്നെയാണ് അത്ര കോമ്പറ്റീറ്റീവ്നെസ്, നമ്മളൊക്കെ മത്സരിക്കാനുള്ള ഒരു കഴിവ്, അത്രയും സർവൈവ് ചെയ്ത് വന്നതല്ലേ അല്ലെ. പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെയും പിന്നെ ഒരുപാട് ക്രൈസിസ് ഒക്കെ ഉള്ള കാലം കടന്നു പോയിട്ടുണ്ട്, എക്സ്റ്റിങ്ഷൻസ് നടന്നിട്ടുണ്ട്. അതൊക്കെ കടന്നു വന്ന വളരെ ഹാർഡി ആയിട്ടുള്ള ഒരു ജീവിയാണ് മസ്കിറ്റോസ്. പിന്നെ അതിന്റെ ഒരു ഡൈവേഴ്സിറ്റിയാണ് പറയുന്നത്. ഇത് ആദ്യം കൊടുത്തത് ഇൻഡിവിജ്വൽ, നമ്മൾ എണ്ണി നോക്കിയാൽ കൊതുകുകളെ നമുക്ക് എണ്ണാനൊന്നും പറ്റില്ല അല്ലേ. എല്ലാ സ്ഥലത്ത് പോയിട്ട് ഇപ്പം സെൻസസ് എടുക്കാൻ പറ്റും, അതൊന്നും പറ്റില്ല. പക്ഷെ നമ്മളൊരു എസ്റ്റിമേറ്റ് എടുക്കാം, ഏകദേശം ഒരു പിന്നെ സാമ്പിൾ കളക്ഷൻ വഴി നമുക്കൊരു എസ്റ്റിമേറ്റ് എടുക്കാം. അപ്പൊ പറയുന്നത് 110 ട്രില്യൺ കൊതുകുകൾ നമ്മുടെ ലോകത്തിൻ്റെതാണ്. 110 ട്രില്യൺ ആണ്. 1000 ബില്യൺ ആണ് ഒരു ട്രില്യൺ. 1000 ബില്യൺ, 1000 കോടിയാണ് ഒരു ബില്യൺ. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ, ആലോചിച്ച് നോക്ക് എത്ര കൊതുകുകൾ നമ്മുടെ ലോകത്തുണ്ടെന്നുള്ളത്. അപ്പൊ ഇത് ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട്. മനുഷ്യന്മാരെ പോലെ തന്നെയാണ് കൊതുകുകൾ. മനുഷ്യരുള്ള സ്ഥലത്തൊക്കെ കൊതുകുകളുണ്ട്, ഇല്ലാത്ത സ്ഥലത്തും ഉണ്ട്. ഓക്കെ, ഇപ്പൊ അന്റാർട്ടിക്ക, ഐസ്ലൻഡ്, അതുപോലെ ചില മൈക്രോനേഷ്യൻ രാജ്യങ്ങൾ, ഐലൻഡ്സ്, അവയൊഴിച്ച് ഭൂമിയുടെ എല്ലാ ഭാഗത്തും കൊതുകുകളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷൻ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണിത്. 41 ജനറ, അത്യാവശ്യം ബയോളജി എല്ലാവർക്കും അറിയാമല്ലോ, ജീനസ് ആൻഡ് സ്പീഷീസ് ആണ് അല്ലെ. നമ്മുടെ ബൈനോമിയൻ നോമൻക്ലേച്ചർ എന്നൊക്കെ അറിയാവുന്ന പേര് പറയുന്നത്, അങ്ങനെയാണുള്ള പേര്. ജീനസിന്റെ പേരും സ്പീഷീസിന്റെ പേരും വെച്ചിട്ടാണ് നമുക്ക് സയന്റിഫിക് നെയിംസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ 41 ജീനസുകൾ അല്ലെങ്കിൽ ജനറയുണ്ട്. ഇതുവരെ ഏകദേശം 1-2 ഒക്കെ വ്യത്യാസം ഉണ്ടാവും. 3570 സ്പീഷീസ് കൊതുകുകളുണ്ട് നമ്മുടെ ലോകത്ത്. ഇന്ത്യയിലാണെങ്കിൽ 400-ൽ അധികമുണ്ട്. 404 കൃത്യമായിട്ട്, അതായത് 2 വർഷം മുമ്പുള്ള കണക്കാണ്. കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ പുതിയ കൊതുകുകൾ അങ്ങനെ അധികം കണ്ടുപിടിക്കുന്നില്ല, പുതിയ സ്പീഷീസ്. എന്തുകൊണ്ടായിരിക്കാം? മറ്റുള്ള ജീവികളെ പോലെയല്ല കൊതുകുകൾ. നമ്മൾ അങ്ങോട്ട് പോയിട്ട് കൊതുകിനെ പിടിക്കേണ്ട ആവശ്യമില്ല, കൊതുക് ഇങ്ങോട്ട് വന്നോളൂ നമ്മളെ കടിക്കാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഇൻസെക്ട് അല്ലെ. രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജീവിയായത് കൊണ്ട് തന്നെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് അവയെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പുതിയ കൊതുകിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അത് പുതിയൊരു വാസ്പിനെ കണ്ടുപിടിക്കാൻ പറ്റും. ചില പത്രത്തിലൊക്കെ ദിവസം വരുന്നതാണ് നിങ്ങൾക്കല്ലേ, അവിടെ ഒരു കടന്നലിനെ കണ്ടുപിടിച്ചു, മറ്റൊരു കടന്നലിനെ കണ്ടുപിടിച്ചു. അതുപോലെയല്ല മൊസ്കിറ്റോസ്
മൊസ്കിറ്റോസിനെ നമുക്ക് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് പഠിച്ചതാണ്. ഇനി പുതിയത് കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ ഒരു പുതിയ മൊസ്കിറ്റോ ആരെയും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ഡിസ്കവറി. ഓക്കെ, 400-ലധികം കൊതുകുകളുണ്ട് ഇന്ത്യയിൽ. ഡിസീസ് വെക്ടേഴ്സ് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കേരളത്തിൽ ഞാൻ കുറെ കാലമായി പഠിക്കുന്നു, ഇതുവരെ ഒരു പുതിയ സ്പീഷീസ് കിട്ടിയിട്ടില്ല. ഇതില് എല്ലാം ഒന്നും പിന്നെ രോഗമുണ്ടാക്കുന്നവയല്ല, വെക്ടേഴ്സ് അല്ല. 88 സ്പീഷീസുകൾക്ക് രോഗം പരത്താനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ രോഗാണുക്കൾ അവയ്ക്ക് പരത്താൻ കഴിയുന്ന രോഗാണുക്കൾ ഏകദേശം 78ഓളം ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട പിന്നെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യൂ. ഇപ്പൊ കേരളത്തില് നമുക്ക് 150-ലധികം കൊതുകുകളുണ്ട്. അങ്ങോട്ട് പറയാം, കേരളത്തിലെ കാര്യം പറയാം. ഇതാണ് കേരളത്തിലെ. കേരളത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോക്ക് ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ കൊതുകുകളെ പറ്റി നമ്മൾ അറിയണം. അപ്പൊ നമുക്ക് 18 ജീനസുകളാണ്, 41-ൽ 18 നമുക്ക് കേരളത്തിലുണ്ട്. ഓക്കെ, സ്പീഷീസ് ഇതുവരെയായിട്ട് 153 ഉണ്ട്. കുറച്ച് വ്യത്യാസം വരാം, 1-2 ഇനിയും പുതിയ റിസർച്ച് ഇപ്പൊ ചില പിന്നെ എനിക്കറിയുന്ന ചില ആൾക്കാരൊക്കെ ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ ചിലപ്പോൾ അതൊരു പുതിയ സ്പീഷീസ് ആയിരിക്കില്ല, പുതിയ റെക്കോർഡായിരിക്കും. മറ്റു സംസ്ഥാനങ്ങൾ കിട്ടിയത് തന്നെ ചിലപ്പോൾ ഇവിടെ നേരത്തെ റെക്കോർഡ് ചെയ്യാത്തത് ഇനിയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റുഡന്റ് അനഫലസ് മൊസ്കിറ്റോസിലാണ് റിസർച്ച് ചെയ്യുന്നത്. അവർക്ക് 4-5 മൊസ്കിറ്റോസ് പുതുതായിട്ട് കേരളത്തിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നിങ്ങളുടെ പയ്യന്നൂർ ഭാഗത്തു നിന്നാണ് കിട്ടിയത്, അതിലേക്ക് പിന്നീട് പറയാം. പലതരം സ്പീഷീസിലുള്ള 4 ജീനസുകളാണ് പ്രധാനപ്പെട്ട ജീനസുകൾ എന്ന് പറഞ്ഞാൽ രോഗം പരത്തുന്ന വെക്ടേഴ്സ് ഉള്ള 4 ജീനസുകളാണുള്ളത്. അനഫലസ് മലമ്പനി ഉണ്ടാക്കുന്നതാണ്. ക്യൂലസ് കൊതുകുകളാണ് മന്ത്, ജപ്പാൻ ജ്വരം, അതേപോലെ തന്നെ വെസ്റ്റ് നൈൽ, ഇതൊക്കെ പരത്തുന്ന കൊതുകുകളാണ് ക്യൂലസ് വർഗത്തിൽപ്പെട്ട കൊതുകുകൾ. പലതരം സ്പീഷീസുകളുണ്ട്, എല്ലാം ഒരേ സ്പീഷീസ് എന്നല്ല. 31 സ്പീഷീസുകൾ നമുക്കുണ്ട്. അനഫലസ് 40 ഉണ്ട്. ഏഡിസ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക, ഇതൊക്കെ പരത്തുന്ന ഏഡിസ് കൊതുകുകൾ 32 സ്പീഷീസ് ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കൊതുകുകളെ പറ്റി ഞാൻ പിന്നീട് പറയും. മാൻസോണിയ, ഇത് മറ്റൊരു കൊതുകാണ്. ഇതും മന്ത് പരത്തുന്ന കൊതുകാണ്. പക്ഷെ നമ്മുടെ വടക്കൻ കേരളത്തിൽ ഇത് കുറവാണ്. ഉണ്ടെങ്കിൽ പോലും ഇത് പ്രധാനമായി നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള ആലപ്പുഴ ജില്ലയിലൊക്കെയാണ് ഇത് കൂടുതലായി കാണുന്നുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ മറ്റേതൊക്കെ പിന്നെ പല പേരുകളുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. ഇതിൽ 17 കൊതുകുകളെ കേരളത്തിൽ നിന്നാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. 17 കൊതുകുകൾ. ഓക്കെ, ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ. അതില് ഒരു കൊതുക് ഒഴിച്ച് ബാക്കി അധികവും പിന്നെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കണ്ടുപിടിച്ചതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം റീസെന്റ് ആയി 2-3 കൊല്ലം മുമ്പ് ഒരു പുതിയ കൊതുകിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം പറ്റാൽ അധികം ബ്രിട്ടീഷ് തന്നെയാണ് കണ്ടുപിടിച്ചത്. എക്സ്ക്യൂസ് മീ. ഓക്കെ, ഇനി കൊതുകുകളെ പറ്റി പൊതുവെ നമ്മുടെ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ വരും. ചിലപ്പോൾ നിങ്ങളും ചോദിച്ചേക്കാം. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കൊല്ലം കോളേജ്. പക്ഷെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു അതിൽ. അത് ചോദ്യം ചോദിച്ച് നമുക്കത് സമയം കിട്ടിയില്ല. അവസാനം നിർത്തേണ്ടി വന്നു. ഇത്രയധികം ചോദ്യങ്ങളാണ് വന്നത്. പൊതുവെ പിന്നെ കുട്ടികളാണ് കൂടുതൽ ചോദിക്കുക, ചെറിയ കുട്ടികൾ. അത് ഗോവയിലുള്ളപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. അത്തരം ക്ലാസ്സുകളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് പലത് ഇതിലുള്ളത്. ഇനിയും ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ കൊതുകിന്റെ വലിപ്പമാണ്, സൈസ് എത്ര ഉണ്ട്. ഇറ്റ് വേരീസ്. ചെറിയ കൊതുകുകളുണ്ട്, വലിയ കൊതുകുകളുണ്ട്. എങ്കിൽ ഇപ്പോൾ ഒരു ഏകദേശം 3 to 6 millimeters ആണ് അതിന്റെ സൈസ്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഫീമെയിൽ മൊസ്കിറ്റോസ് മാത്രമേ കടിക്കുകയുള്ളൂ. ബിക്കോസ് അവർക്ക് രക്തം വേണം, പ്രോട്ടീനേഷ്യസ് ഫുഡ് വേണം. ന്യൂട്രീഷൻ ധാരാളമുള്ള ഫുഡ്, ഏറ്റവും കുറഞ്ഞ അളവ് ഭക്ഷണത്തിൽ തന്നെ കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഫുഡ് വേണം. അതുകൊണ്ടാണ് ഞാൻ ബ്ലഡ് തന്നെ അത് പ്രിഫർ ചെയ്യുന്നത്. അല്ലാണ്ട് പച്ചക്കറി കഴിച്ചാൽ ഒരുപാട് കഴിക്കേണ്ടി വരും അല്ലെ, അതിൽ പ്രോട്ടീൻ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ. എന്നാൽ മെയിൽ മൊസ്കിറ്റോസ് അത് പിന്നെ നെക്ടർ ഫീഡേഴ്സ് ആണ്. നെക്ടർ കഴിക്കും, പൂന്തേൻ കുടിക്കും. അതേപോലെ തന്നെ ഇളം തണ്ടിൽ നിന്നുള്ള ഒരു പ്ലാന്റ് സാപ്പ്, അതിന്റെ സസ്യത്തിന്റെ ആ ഒരു പിന്നെ എന്താ പറയേണ്ടത്, ജ്യൂസ്, അത് കുത്തിയെടുത്ത് കഴിക്കും. എത്രത്തോളം ബ്ലഡ് കുടിക്കും? പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര ചോരയാണ് ഒരു കൊതുക് കടിക്കുക? വളരെ കുറച്ച് ചോര മാത്രമേ കുടിക്കൂ. ഓക്കെ, അതുകൊണ്ടൊന്നും നമുക്കൊന്ന് പിന്നെ സംഭവിക്കാൻ പോകുന്നില്ല. 1.5 to 3.5 മൈക്രോ ലിറ്റർ. അത് വാരീസ്, അത് മൊസ്കിറ്റോയുടെ പിന്നെ വലിപ്പം അനുസരിച്ച്. എത്രത്തോളം സ്പീഡ് ഉണ്ട്?
2.5 കിലോമീറ്റർ പെർ അവർ ആണ് ആവറേജ് അതിന്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ ലൈഫ് സ്പാൻ, മെയിൽ മൊസ്കിറ്റോസ് അതിന്റെ ലൈഫ് സ്പാൻ ആയുസ് വളരെ കുറവാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഞാനൊക്കെ പറയാറുണ്ട്, തമാശക്ക് പറയാറുണ്ട്, പച്ചക്കറി കഴിക്കുന്നവരാണ്, അതുകൊണ്ട് വലിയ പ്രോട്ടീൻ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ടായിരിക്കാം അത് ഏകദേശം ഒരു 4-5 അല്ലെങ്കിൽ 7 ദിവസം മാക്സിമം 10 ദിവസം ഒക്കെയാണ് ഇത് ജീവിക്കുകയുള്ളൂ, പിന്നെ അത് ചത്തുപോകും. എന്നാൽ ഫീമെയിൽ മൊസ്കിറ്റോസ് കാരണം മെയിൽ മൊസ്കിറ്റോസിന്റെ ആവശ്യം അത്രയേ ഉള്ളൂ അല്ലെ. മെയിൽ മൊസ്കിറ്റോസ് സപ്ലൈ ദ സ്പേംസ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബീജങ്ങൾ സപ്ലൈ ചെയ്യാം, അത് മാത്രമാണ് അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്നാലൊരു അതിന്റെ ഒരു വംശം നിലനിർത്തുന്നത് ഫീമെയിൽ മൊസ്കിറ്റോസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് കുറെ കാലം കൂടി ജീവിക്കേണ്ടതുണ്ട് അല്ലെ. അത് ധാരാളം മുട്ടകൾ ഇടേണ്ടതുണ്ട്, ധാരാളം കുട്ടികളെ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവയുടെ ലൈഫ് സ്പാൻ 1 to 3 months ആണ്. അഗൈൻ ഇറ്റ് വേരീസ്, അത് ചിലപ്പോൾ ഫീൽഡ് കണ്ടീഷനിൽ കുറച്ച് കുറയും. നമ്മൾ ലാബിലൊക്കെ വളർത്തി കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ അവയ്ക്ക് ജീവിക്കാൻ പറ്റും. കാരണം ഒരുപാട് പലതരത്തിലുള്ള പ്രെഡേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അസുഖം വരും, അങ്ങനെയും അതിന്റെ ലൈഫ് സ്പാൻ കുറയും. എന്തുകൊണ്ടാണ് കൊതുക് കടിക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിലുണ്ടാകുന്നത്? മറ്റൊരു ചോദ്യമാണത്. അതിന്റെ കാരണം ഈ കൊതുക് കടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചക്ട് ചെയ്യുന്ന പ്രൊബോസിസ് ഉണ്ട്. ആ പ്രൊബോസിസ് വഴി കുത്തി തുളച്ചാൽ ആദ്യം ചെയ്യുന്നത് അത് ഒരു തുള്ളി ഉമിനീർ, സലൈവ കുത്തിവെക്കുന്നതാണ്. അപ്പൊ ഈ സലൈവ അത് ആന്റി കോയാഗുലന്റ് ആണ്. അതേപോലെ തന്നെ ആ ഭാഗത്തെ ചോര കൂടുതൽ പ്രവഹിക്കുന്നു, പെട്ടെന്ന് ചോര എടുക്കുക, അവരെ ചോര കട്ടപ്പിടിക്കാതിരിക്കുക, അതാണ് അതിന്റെ ഉദ്ദേശം. എന്നാൽ ഈ ഒരു സലൈവയിൽ പല തരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. ഓരോ കൊതുകിനും ഓരോ തരത്തിലുള്ള ഒരു കോക്ടെയിലാണ്, കോക്ടെയിൽ ഓഫ് പ്രോട്ടീൻസ് ആണ്, ഒരു മിശ്രിതമാണ്. ഓക്കെ, അതാണ് അതുണ്ടാക്കുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ്, അതാണ് നമ്മുടെ ഈ ചൊറിച്ചിൽ എന്ന് പറയുന്നത്, അലർജിയാണ്. ഓക്കെ, അപ്പൊ ശബ്ദം ഉണ്ടാക്കുന്നത് കൊതുകിന്റെ ശബ്ദമാണ് പലർക്കും പ്രശ്നം. ബാക്കി കടിച്ചാലും കുഴപ്പമില്ല, ഇത് ചെവിയിൽ വന്നിങ്ങനെ മൂടിക്കൊണ്ടിരിക്കില്ല. നമ്മൾ ഉറക്കം പിന്നെ കെടുത്തുന്ന അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു പാട്ടാണ് കൊതുക് പാടുന്നത്. അത് പാടുന്നത് വായു കൊണ്ടല്ല, അത് ചിറകടിയാണ്, വിങ് ബീറ്റ്സ് ആണ്. അതിന് പരസ്പരം വൈബ്രേഷൻ കൊണ്ടാണ് ആ ഒരു സൗണ്ട് വരുന്നത്. മറ്റൊരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ചിലരെ മാത്രം കൊതുക് കടിക്കുന്നത്? ഒരുപാട് ആൾക്കാരെന്നോട് ചോദിച്ചു. നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരൊന്നും കടിക്കില്ല, എന്നെ മാത്രം വന്ന് കടിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കാം? അത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ, അത് കൂടുതലായിട്ട് പിന്നീട് പറയാം. ഓക്കെ, ഡിസീസിനെ പറ്റി ഞാൻ പറഞ്ഞു. ഓക്കെ, നമുക്കിനി മെയിലിനെയും ഫീമെയിലിനെ എങ്ങനെ തിരിച്ചറിയുന്നതാണ്. മെയിൽ മൊസ്കിറ്റോസ് പിന്നെ കടിക്കാത്തത് കൊണ്ട് തന്നെ കൊല്ലണ്ടാകുന്നില്ല, കാരണം മെയിൽ മൊസ്കിറ്റോസ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ മെയിൽ മൊസ്കിറ്റോസിന് നമുക്ക് ഈവൻ വിത്ത് യുവർ നെക്കഡ് ഐസ്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അതിന്റെ ആന്റിന നോക്കിയാൽ മതി. ഓക്കെ, പ്ലൂമോസ് ആന്റിന, ധാരാളം രോമങ്ങളുള്ള മീശക്കാരായ ആൾക്കാരാണ്, വലിയ കപ്പട മീശയുള്ളവരാണ് മെയിൽ മൊസ്കിറ്റോസ്. ഓക്കെ, എന്നാൽ ഫീമെയിൽ മൊസ്കിറ്റോസ് അങ്ങനെയല്ല, അതിന്റെ രോമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ നമ്പർ വളരെ കുറവായിരിക്കും. ആന്റിന എന്ന് പറഞ്ഞാൽ ഇവയുടെ സെൻസ് ഓർഗൻസ് ആണ്. പലതരത്തിലുള്ള സെൻസറി സെൽസ് ഉണ്ട്. ഉദാഹരണത്തിന് ശബ്ദം, ചെവി അവിടെയാണുള്ളത്. കൊതുകുകളുടെ ചെവി ആന്റിനയിലാണ്. മണം, സ്മെല്ല് പിന്നെ മനസ്സിലാക്കാനുള്ളത്, ടെമ്പറേച്ചർ മനസ്സിലാക്കാനുള്ളത്, അങ്ങനെ പലതരത്തിലുള്ള സെൻസറി സെൽസുകളും ഉള്ള പിന്നെ പ്രധാനപ്പെട്ട അവയവമാണ് ആന്റിന. ആന്റിന കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് രക്ഷയില്ല. ഓക്കെ, അതിന് ബ്ലഡൊന്നും പിന്നെ ആളെ തേടിയെത്താനൊന്നും പറ്റില്ല. എങ്ങനെയാണ് കൊതുകുകൾ അവയുടെ ഹോസ്റ്റിനെ കണ്ടെത്തുന്നത്? ചോര കുടിക്കാനുള്ള ആളെ, മനുഷ്യരെ മാത്രമല്ല കൊതുക് കടിക്കുന്നത്, ആനിമൽസിനെയും കടിക്കും. അത് ഞാൻ പിന്നെ പറയാം. ഏതെല്ലാം ജീവികളെ കടിക്കുന്നൊക്കെ പിന്നീട് പറയാം. ഏതായാലും മനുഷ്യനെ കടിക്കുമല്ലോ, അതുകൊണ്ടാണ് മനുഷ്യരുടെ ചിത്രം തന്നെ ഇവിടെ കൊടുത്തത്. ഓക്കെ, ഇപ്പോ എങ്ങനെയാണ് ഒരാളെ, സപ്പോസ് നമ്മൾ മുറിക്കകത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കിടക്കുകയാണ്, ഉറങ്ങാൻ കിടക്കുകയാണ്, എങ്ങനെയാണ് കൊതുകിന് അറിയാവുന്നത് നമ്മൾ ഒരു റൂമിൽ എങ്ങനെ കിടന്നിട്ടുണ്ടെന്നുള്ളത്? പ്രധാനമായും 3 സിഗ്നൽസ് ആണ്, 3 ക്യൂസ് ഉപയോഗിച്ചിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ആദ്യത്തെ തന്നെ പറയാം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളെ പുറത്തുവിടുന്ന, ശ്വസിക്കുന്ന സമയത്ത് പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അതിന്റെ അളവ് ഏകദേശം 4% വരും നമ്മുടെ ആ ഒരു പുറത്തേക്കുള്ള ഉച്ഛ്വാസവായു. എന്നാൽ അറ്റ്മോസ്ഫിയറിലുള്ള അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഏകദേശം 0.04%, 0.03 to 0.04%. നല്ലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലെ, 100 മടങ്ങോളം കൂടുതലുണ്ട് നമ്മുടെ ഉച്ഛ്വാസവായു. ഇത് വളരെ 10-30 അടി ദൂരത്തു നിന്ന് തന്നെ കൊതുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും യൂസിങ് ദർ ആന്റിന. ആന്റിന ഉണ്ട്, അതിന്റെ
മറ്റുള്ള മൗത്ത് പാർട്സിന്റെ ചില ഭാഗത്തൊക്കെ ഉള്ള സെൻസേഴ്സ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് സെൻസേഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ചെടുത്ത് കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. പറന്നു വരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് വരുന്നു. പിന്നീട് അടുത്തത് സ്മെല്ലാണ്, നമ്മൾ ഉണ്ടാക്കുന്ന മണം. ഓക്കെ, മണം ഉണ്ടാവാൻ ഒന്ന് സീബം എന്ന് പറയുന്ന ഒരു എണ്ണ പോലെയുള്ള ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നത്, സിപ്പേഷ്യൽ ഗ്ലാൻഡിൽ നിന്നും. ഓക്കെ, അപ്പൊ അതിന് മണം ഉണ്ടാവും. അതുപോലെ തന്നെ വേർപ്പ്, പ്രത്യേകിച്ചും വേർപ്പ്, പഴയ വേർപ്പ്. ഓക്കെ, നമ്മൾ കുളിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കുളിയുടെ ആ ഒരു ഇന്റർവെൽ കൂടുന്തോറും നമ്മൾ കൂടുതൽ ആകർഷണീയരാകും മോസ്കിറ്റോസിൽ. ഓക്കെ, അതുകൊണ്ടാണ് കുളിക്കാത്തവരെ കൂടുതൽ കടിക്കാൻ കാരണം. ഓക്കെ, ഇപ്പൊ കുളി തന്നെ ഒരു പ്രിവെന്റീവ് ടെക്നിക്കാണ്. അപ്പൊ ഈ സ്വെറ്റിന് മണം ഉണ്ടാകാൻ കാരണം, പുതിയ സ്വെറ്റിന് മണം ഉണ്ടാവില്ല. സ്വെറ്റിന് മണം ഉണ്ടാവാൻ കാരണം അതിലുള്ള പിന്നെ ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടാണ്, നമ്മുടെ സ്കിന്നിലുള്ള. അപ്പൊ പലതരത്തിലുള്ള ബാക്ടീരിയ ആണ് നമ്മുടെ സ്കിന്നിലുള്ളത്. ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരാളിലുള്ള ബാക്ടീരിയ ഫ്ലോറ ആയിരിക്കണമെന്നില്ല, ആ കോമ്പിനേഷൻ ആയിരിക്കില്ല മറ്റൊരാളിലുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കുന്ന സ്മെല്ലിലും വ്യത്യാസം. നേരത്തെ പറഞ്ഞത് ചില ആളുകളെ കൂടുതൽ കടിക്കാനുള്ള ഒരു കാരണം അതാണ്. ഓക്കെ, ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ വ്യത്യാസം ചില ആൾക്കാർക്ക് കൂടുതൽ, പ്രത്യേകിച്ച് പിന്നെ പ്രഗ്നന്റ് ലേഡീസ്, ഗർഭിണികളുടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ ഉണ്ടാവുന്ന പറയുന്നത്. അത് പിന്നെ വേറെ അതില് എതിരഭിപ്രായം പറയണം. ഓക്കെ, ഡോക്ടേഴ്സ് ഒക്കെ ഇവിടെ ഉള്ളതാണ്. അതൊരു കാരണമാണ്. പിന്നെ ലാക്റ്റിക് ആസിഡിന്റെ സ്മെല്ല് ഒരു കാരണമാണ്. ലാക്റ്റിക് ആസിഡ്, ഒക്ടനോൾ, അമോണിയ പിന്നെ വേർപ്പ് പഴകും തോറും ഇത്തരത്തിലുള്ള സ്മെല്ലുകളൊക്കെ കൂടി വരും. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫറൻസ് ആണ് ചില ആളുകളെ കൂടുതൽ കടിക്കാനുള്ള കാരണം. കളറും ചെറിയൊരു റോളുണ്ട്. അപ്പൊ അത്രയധികം ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ പോലും കുറച്ചുകൂടി ഡാർക്ക് കളറാണ് മോസ്കിറ്റോസിന് ഇഷ്ടം. ടെമ്പറേച്ചർ ഈസ് ആൾസോ വെരി ഇമ്പോർട്ടന്റ്. ടെമ്പറേച്ചറും ഇമ്പോർട്ടന്റ് ആണ്. അത് ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ചത് വെറും തെർമൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ പോലും കണ്ടുപിടിക്കും. അതുകൊണ്ട് വളരെ ദൂരെ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ടെമ്പറേച്ചർ. ഇതുവരെ നമ്മൾ വിചാരിച്ചത് ടെമ്പറേച്ചർ സെൻസ് ചെയ്യണമെങ്കിൽ വളരെ അടുത്ത് വരണം. നമ്മുടെ ബോഡി സ്കിന്നിന്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ടെമ്പറേച്ചർ പിന്നെ വികിരണം ചെയ്യുന്ന ഉണ്ടല്ലോ, റേഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ മാത്രമേ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് വിചാരിച്ചത്. ഇപ്പൊ പറയുന്നതല്ല, തെർമൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ അത് കുറച്ചുകൂടി ദൂരെ നിന്ന് നമുക്കത് മോസ്കിറ്റോസിനത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. വളരെ റീസെന്റ് ആയിട്ടുള്ള 2024 ഒരു സ്റ്റഡിയാണ്. ഓക്കെ, ഇനി വീണ്ടും ബ്ലഡ് ഗ്രൂപ്പിലേക്ക് തന്നെയാണ് വരുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് ചില സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത്തരത്തിലുള്ള ആ സ്റ്റഡീസ് ഒന്നും ഇപ്പോഴും കൺക്ലൂസീവ് അല്ല. നമുക്ക് കൃത്യമായിട്ട് അതൊരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും നടന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് O ഗ്രൂപ്പാണ് കൂടുതൽ പ്രിഫറബിൾ എന്നാണ് പറയുന്നത്. മോസ്കിറ്റോസിൽ കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞാൽ പിന്നെ A ആണ് ഏറ്റവും കുറവ്, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ സാമ്പിൾസ് അത് പഠനം നടത്തിയപ്പോൾ അവരെടുത്ത സാമ്പിളിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ പഠനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം കുറവായിരുന്നു. ഓക്കെ, വലിയ സ്റ്റഡീസ് കൂടി നടത്തേണ്ടതുണ്ട്. എങ്കിൽ പോലും ജനറലായിട്ട് അത് പിന്നെ വിചാരിക്കുന്നത്, ജനറൽ ഇറ്റ് ഈസ് ബിലീവ്ഡ്. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിയത് ഞാൻ അവിടെ തന്നെ നിങ്ങൾക്ക് അവിടെ ഉണ്ടല്ലോ അല്ലെ, കട്ടായിപ്പോയത് നോക്കിയതാണ്. കാരണം ഞാൻ PPT വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, ഇത് ഡിസ്കണക്ട് ആയിട്ടുണ്ടാവും, എന്നിട്ട് ആളൊക്കെ പോയിട്ടുണ്ടാവും. എനിവേ, അപ്പൊ ഇത് ബ്ലഡ് ഗ്രൂപ്പ് ഒരു ജനറൽ ബിലീഫ്, പൊതുവായിട്ടുള്ള ഒരു വിചാരം O ഗ്രൂപ്പ് എന്നുള്ളതാണ്. അപ്പൊ അതിന് രസകരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ അടുത്തായിട്ട് പറയുന്നത്. ഇതൊരു പിന്നെ അനിമേഷൻ മൂവിയാണ്, അനിമേറ്റഡ് കോമഡി മൂവി, അമേരിക്കൻ മൂവിയാണ്. അതിന്റെ പേര് എ ബഗ്സ് ലൈഫ് എന്നാണ്. ഇതാണ് ബഗ്, ഇതിന്റെ കഥയാണ് അത് പറയുന്നത്. അതിലൊരു മൊസ്കിറ്റോ ഉണ്ട് കഥാപാത്രം. ഓക്കെ, അപ്പൊ ഈ കൊതുക് പിന്നെ ബാറിൽ പോവാണ്. അപ്പൊ ബാറിൽ പോയിട്ട് അവിടെ മദ്യം ഓർഡർ ചെയ്യാണ് പുള്ളി, കൊതുക്. അപ്പൊ എന്താണ് പറയുന്നത്? ബാർട്ടൻഡർ ബ്ലഡി മാരി O പോസിറ്റീവ് എന്താണ് ഓർഡർ കൊടുക്കുന്നത്. ബ്ലഡി മാരി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബ്രാൻഡിന്റെ പേരാണ്. ഓക്കെ, പക്ഷെ അത് ഒന്നുകൂടി ആഡ് ചെയ്തു നമ്മുടെ കൊതുക്. എന്താണ് O പോസിറ്റീവ്? കാരണം കൊതുകുകൾക്ക് O പോസിറ്റീവ് ബ്ലഡ് ആണ് ഇഷ്ടം എന്നുള്ള ഒരു പൊതുബോധം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വന്നത്. കൾച്ചറിലേക്ക് പോകുന്നു മോസ്കിറ്റോസിന്റെ ചില കാര്യങ്ങൾ. ഓക്കെ, അത് നേരത്തെ സ്റ്റഡിയാണ് പറഞ്ഞത്, ഇൻഫ്രാറെഡിന്റെ, അതൊന്നും വേണ്ട.
ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ചോര കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ കൊതുകുകൾ ചോര കുടിക്കുന്നത് മുട്ട ഉണ്ടാക്കാനാണ്, അല്ലെ, അണ്ടോൽപാദനത്തിനാണ്. ഇപ്പൊ ചോര കുടിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൊതുകുകൾ ഓരോ തരത്തിലാണ് ചോര കുടിക്കുന്നത്. ചില കൊതുകുകൾ ഒറ്റയടിക്ക് തന്നെ മുഴുവൻ വയറ് നിറയുന്നവരെ കുടിക്കും. ഉദാഹരണത്തിന് രാത്രി കടിക്കുന്ന കൊതുകുകൾ, അനഫിലസ്, ഇതൊക്കെ ഒരു നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെയാണല്ലോ കടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയില്ല കൊതുക് കടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ വയറ് നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് പറന്നു പോവുകയുള്ളൂ. എന്ന് പറയാൻ ഒരു പ്രാവശ്യം ഒരാളെ മാത്രമേ കടിക്കുകയുള്ളൂ. അതൊരു നല്ലതാണ്. കാരണം ഒന്നിലധികം കടിക്കുന്ന സമയത്താണ് ഈ വൈറസ് ഒക്കെ ഒരുപാട് പെട്ടെന്ന് തന്നെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. എന്നാൽ ഏഡിസ് പോലെയുള്ള കൊതുകുകൾ, എസ്പെഷ്യലി ഏഡിസ് കൊതുകുകൾ പകൽ കടിക്കുന്ന കൊതുകുകളാണ്. അവയ്ക്ക് അങ്ങനെ ഒരാളുടെ അടുത്ത് തന്നെ വന്ന് കടിക്കാൻ പറ്റില്ല. എന്താണ് കാരണം? നമ്മൾ അറിയും, ഉടനെ അതിനെ അടിച്ചു കൊല്ലുകയും ചെയ്യും, അല്ലേ? അതുകൊണ്ട് അത് കുറച്ച് കുടിക്കും. ഒരാൾ കുറച്ച് കുടിച്ച് പറന്ന് വേറൊരാൾ കുടിക്കും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, എഫിഷ്യൻസി കൂടുതലാണ്. ഇപ്പൊ ചോര കുടിച്ചു കഴിഞ്ഞാൽ സാധാരണ മൊസ്കിറ്റോസ് ചെയ്യുന്നത് പിന്നെ കുടിക്കില്ല, പിന്നെ എവിടെയെങ്കിലും പോയിട്ട് റെസ്റ്റ് എടുക്കുക. ഇപ്പൊ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് അതൊക്കെ ഡൈജഷൻ നടക്കുന്നു. ഡൈജഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് പാരലായിട്ടാണ് എഗ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇവിടെ ഫുൾ ചോപ്പാണ്. ഇവിടെ ഒരു ഭാഗത്ത് ചെറിയൊരു വെളുപ്പ് കാണാം. എന്ന് പറഞ്ഞാൽ എഗ്ഗിന്റെ ഡെവലപ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു. 6 മണിക്കൂർ ആകുമ്പോഴേക്കും 12 മണിക്കൂർ ആകുമ്പോൾ ഇനിയും വലുതാവും. ഇതും ഡിപ്പെൻസ്, എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒന്നല്ല. ഇതിൽ 72 മണിക്കൂർ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു ടെമ്പറേച്ചർ ഒക്കെ വെച്ച് നോക്കിയിട്ട് ഇത്രയും സമയമുണ്ട്. 24 to 48 hours മതി മുട്ട ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ആവുന്നത് വരെ അത് ചോര കുടിക്കില്ല. പിന്നീട് അത് പിന്നെ മെച്യൂർഡ് ആയാൽ എഗ്സ് മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും പോയിട്ട് മുട്ടയിടും. എവിടെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വെള്ളത്തിൽ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ കരയിൽ. വെള്ളം മുട്ട വിരിഞ്ഞ് ലാർവക്ക് ജീവിക്കണമെങ്കിൽ വെള്ളം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അത് വെള്ളത്തിന്റെ മേലെ തന്നെ കൊണ്ട് പിന്നെ മൊസ്കിറ്റോ അതിന്റെ എഗ്സ് ഇടും, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അതിന്റെ തൊട്ടടുത്ത് കരയിൽ, ചിലപ്പം ചെടിയിലായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ചെറിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ പിന്നെ ഒരു പാർശ്വഭാഗത്തൊക്കെ പിന്നെ മുട്ടയിടും. ഓക്കെ, കാരണം അത് വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാർവ വെള്ളത്തിലേക്ക് വീഴണം, അതാണ് ഉദ്ദേശം. അപ്പൊ ഇതിന് ഈ ഒരു സൈക്കിളിന് എന്താ പറയാ, ചോര കുടിയും മുട്ട ഉൽപാദനവും ഓൾട്ടർനേറ്റ് ആയിട്ടാണ്, ഒന്നിടപെട്ടിട്ടാണ് ചെയ്യുന്നത്. അതിനെ ഈ ഒരു സൈക്കിളിന് നമ്മൾ ഗോണോട്രോഫിക് സൈക്കിൾ എന്നാണ് പറയുന്നത്. ഗോണോ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്, ട്രോഫിക് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, പലതരം കൊതുകുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ചില കൊതുകുകൾ പ്രിഡോമിനന്റ്ലി രാത്രിയെ കടിക്കൂ. യുലക്സ്, അനഫലസ് ഒക്കെ മിക്കവാറും മെജോറിറ്റി ഓഫ് മൊസ്കിറ്റോസ് രാത്രിയാണ് കടിക്കുന്നത്, നൊക്ടേണലാണ്. എന്നാൽ പകൽ സമയത്ത് അത്ര പട്ടാപ്പകലല്ല, രാവിലെയും വൈകുന്നേരം അങ്ങനത്തെ സമയത്ത് മങ്ങിയ വെളിച്ചമുള്ള സമയത്താണ് ഇത് കടിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കൊതുക് ഏഡിസ് തന്നെ. ഏഡിസ് തന്നെയാണ് ഇപ്പോൾ നമ്പർ 1 മൊസ്കിറ്റോ. അനഫലസിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം പുതിയ കാലം ഏഡിസിന്റെ കാലമാണ്. അത് എന്തുകൊണ്ടാണെന്ന് പിന്നീട് പറയാം. ഓക്കെ, പിന്നെ മറ്റൊരു കൊതുകുണ്ട്, നിങ്ങൾക്ക് പരിചയമുള്ള കൊതുകാണൊക്കെ ചിലപ്പോൾ പേരറിയില്ലായിരിക്കും. ആർബിജറസ് എന്നാണ് അതിന്റെ പേര്. അതിനെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ചില കൊതുകുകള് ചോര കുടിക്കുന്നതിലും പ്രത്യേകത ഉണ്ട്. ചിലത് വീട്ടിന്റെ പുറത്തുനിന്നാണ് കടിക്കുക, എക്സോഫേജി എന്ന് പറയും. ചിലത് അങ്ങനെയല്ല, വീട്ടിന്റെ ഉള്ളിൽ തന്നെ. ഒന്നുകിൽ മനുഷ്യനെ കടിക്കുന്നത് വീട്ടിന്റെ ഉള്ളിൽ കിടക്കും, പശുവിനെ കടിക്കുന്നെങ്കിൽ കാര്യത്തൊഴുത്തിലേക്ക് പോകും. ഇപ്പോൾ എൻഡോഫേജി എന്ന് പറയാം. ഇപ്പം എക്സോഫിലിക് എന്ന് പറഞ്ഞാൽ ചോര കുടിച്ച ശേഷം റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം, അതാണ് എക്സോഫിലിക്, പുറത്ത് റെസ്റ്റ് എടുക്കുന്നത്. എന്നാൽ വീട്ടിന്റെ ഉള്ളിൽ തന്നെ റെസ്റ്റ് എടുക്കുന്നുണ്ട് എൻഡോഫിലിക്. ഓക്കെ, അപ്പം ഏത് തരം ജീവികളെ കടിക്കുന്നു അതനുസരിച്ച് അവയ്ക്ക് പേരുണ്ട്. മനുഷ്യരെ കടിക്കുന്ന കൊതുകളെ ആന്ത്രപ്പോഫിലിക് എന്നാണ് പറയുന്നത്. 100% ആന്ത്രപ്പോഫിലിക് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ താല്പര്യം മനുഷ്യനായിരിക്കും. അതാണ് ആന്ത്രപ്പോഫിലിക്. അതല്ല, മൃഗങ്ങളെയാണ് താല്പര്യമെങ്കിൽ അതിനെ സൂഫിലിക്. വളരെ കുറച്ച് കൊതുകുകൾ മൃഗങ്ങളെ മാത്രമേ കടിക്കൂ. അത് ഞാൻ പിന്നീട് പറയാം. ശബ്ദം ഒറ്റത്തിൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം, തൊണ്ട പ്രശ്നമാകുന്നത്. ഓക്കെ, ഇപ്പൊ മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെ മാത്രമല്ല, ഈവൻ സാധാരണ അത് ഇഷ്ടപ്പെടുന്നത് വാം ബ്ലഡഡ് പിന്നെ ജീവികളെയാണ്. ഓക്കെ, ഉഷ്ണരക്തമുള്ള ചുടുചോരയുള്ള വാം ബ്ലഡഡ് ആയിട്ടുള്ള അനിമൽസിനെയാണ് കടിക്കുന്നത്. ഉദാഹരണത്തിന് മാമൽസ് ആൻഡ് ബേർഡ്സ്. മാമൽസിനെയും ബേർഡ്സ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലാത്ത കൊതുകുകളുണ്ട്, എണ്ണം കുറവാണ് വളരെ. എന്ന് പറഞ്ഞാൽ ശീതരക്ത ജീവികളെയും കടിക്കുന്ന കൊതുകുകൾ. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് പറയുന്നത്. പലർക്കും അറിയാത്തത് കാര്യമായത്, ഒരു പുതുമയുള്ള കാര്യമായതുകൊണ്ടാണ് അതിവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഫോട്ടോഗ്രാഫൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം.
അല്ലെ? പലപ്പോഴും പൂമ്പാറ്റകളിലൊക്കെ അതിനെ ഒബ്സർവ് ചെയ്തതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ സൊസൈറ്റി, അങ്ങനത്തെ ആളുകളാണെന്ന് തോന്നുന്നുണ്ട് മെജോറിറ്റി നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുന്നത്. അപ്പൊ അവരോടുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങൾ കാട്ടിലൊക്കെ പോകുന്നവരാണല്ലോ അല്ലെ, ആയിരിക്കുമല്ലോ. എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള കൊതുകുകളെ കാണുമെങ്കിൽ, പാമ്പിനെ കടിക്കുന്നത്, മറ്റു ഉരകങ്ങളെ കടിക്കുന്നത്, അല്ലെങ്കിൽ തവളകൾ കടിക്കുന്നതൊക്കെ കൊതുകുകളെ കണ്ടാൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. കലക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഓക്കെ, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. കാരണം നമുക്ക് കൂടുതലും നമുക്ക് അറിയില്ല കേരളത്തിലുള്ള ഇത്തരം കൊതുകുകളെ പറ്റി. ഓക്കെ, ഒരു കൊതുകാകെ നമുക്ക് അറിയുന്നുള്ളൂ, അതിനെ പറ്റി പിന്നീട് പറയാം. ഓക്കെ, ഇതൊക്കെ വിദേശികളെടുത്ത ഫോട്ടോ ആണ്. കൊതുകുകളെ കടിക്കുന്ന പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് മൊസ്കിറ്റോസ് തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ പറയും. ഓക്കെ ഓക്കെ ഇത് വളരെ രസകരമായ ഒരു ബൈറ്റിംഗ് ബിഹേവിയർ ഉള്ള ഒരു കൊതുകാണിത്. ഇതിന് ഓസ്ട്രേലിയയിൽ കാണുന്ന ഒരു കൊതുകാണിത്. മിയോമിയ എലിഗൻസ് എന്നാണ് ഈ കൊതുകിന്റെ പേര്. അപ്പൊ ഇത് പിന്നെ പ്രധാനമായും കടിക്കുന്നത് തവളകളെയാണ്. അല്ലാതെയും കടിക്കും വളരെ റെയറായിട്ട്, പക്ഷെ ഇഷ്ടം തവളകളെ കടിക്കാണ്. പലതരത്തിലുള്ള തവളകളും ടോഡും തവളയും എല്ലാത്തിനെയും കടിക്കും. പക്ഷെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നോക്ക് മൊസ്കിറ്റോ കടിക്കുന്നത് കാണുന്നുണ്ടല്ലോ, എവിടെയാ കടിക്കുന്നത്? ഏത് തവളയായാലും കടിക്കുന്നത് ഒരേ സ്ഥാനത്താണ് അല്ലെ? മൂക്ക് കടിയാൻ മാറായത്, മൂക്കിലേ കടിക്കും. ഓക്കെ, അതിന്റെ നോസ്ട്രിൽസ് ആണ് ഇവിടെ കാണുന്നത്, അതിന്റെ തൊട്ടടുത്താണത് കടിക്കും. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ മൂക്കിന്റെ അടുത്ത് തന്നെ കടിക്കുന്നത് ഇപ്പോഴും ശരിക്കും അറിയില്ല. ഇത് ആദ്യം പറന്ന് വീഴുന്നത് തവളയുടെ പുറത്താണ്, മുൻപിൽ കൂടി വരില്ല. മുൻപിൽ കൂടി വന്ന അന്നേരം തവള നാവ് നീട്ടി അതിനെ പിടിക്കും. കാരണം മൊസ്കിറ്റോസ് എന്ന് പറഞ്ഞാല് പിന്നെ തവളകളുടെ ഇഷ്ട ഭക്ഷണമാണത്. ഓക്കെ, പക്ഷെ ഇതങ്ങനെയുള്ള നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഓക്കെ, ആരോ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഈ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടപ്പോ, കിടുവ വിളിക്കുന്നു എന്ന് ചോദിച്ചു. അങ്ങനെയുള്ള കിടുവകളും ഉണ്ട് കൊതുകുകളുടെ കൂട്ടത്തിൽ. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം മൂക്ക് തന്നെ കടിക്കുന്നു എന്നുള്ളതിന് ഇപ്പോഴും ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. പല അനുമാനങ്ങളുണ്ട്. ഒന്ന് ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡിനെ ഒരു അട്രാക്ടന്റ് ആണ്. ഇപ്പോൾ മൂക്കിന്റെ അതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഈ ഭാഗത്തായിരിക്കാം അധികം ബ്ലഡ് കാപ്പിലറീസിന്റെ സപ്ലൈ ഒക്കെ ഉള്ള കൂടുതലുള്ള സ്ഥലമായിരിക്കാം, പെട്ടെന്ന് തന്നെ ചോര കിട്ടുന്നുണ്ടാവാം. ഇങ്ങനെയൊക്കെ കാരണങ്ങളായിരിക്കാം. ഇതൊരു പുതിയ സ്റ്റഡീസ് ആയതുകൊണ്ട് തന്നെ 2 കൊല്ലമായിട്ട് ഇതിനെ പറ്റി ഇതാദ്യമായിട്ട് കണ്ടെത്തിയിട്ട് ഇനി ഒരുപാട് പഠനങ്ങൾ നടക്കേണ്ടത് എക്സാക്ട് റീസൺ അറിയാൻ വേണ്ടി. മറ്റൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓറിയന്റേഷൻ എപ്പോഴും പിന്നെ തവള ഏത് ഭാഗത്താണോ നോക്കുന്നത് അതേ ഭാഗത്ത് തന്നെയാണ് മൊസ്കിറ്റോ നോക്കുന്നത്. തല തിരിച്ചൊരിക്കലും കണ്ടിട്ടില്ല. അത് ഒരുപാട് സ്റ്റഡീസ് അവർ നടത്തിയിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം പോലും അവർക്ക് കൊതുക് തല തിരിച്ച് കടിക്കുന്നത് കണ്ടിട്ടില്ല. എപ്പോഴും കൊതുക് പിന്നെ തവള എങ്ങോട്ടാണ് നോക്കുന്നത് അതേ ഭാഗത്ത് തന്നെയാണ് മൊസ്കിറ്റോസും നോക്കുന്നത്. അങ്ങനെ വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു പിന്നെ തവളയെ മാത്രം കടിക്കുന്ന ഒരു കൊതുകാണിത്. ഇത് വേറെ ഒരു ജീവിയെയും കടിക്കില്ല. ഓക്കെ, മനുഷ്യനെ കടിക്കില്ല. ഓക്കെ, ഇതിന് പിന്നെ യുറനോട്ടീനിയ ലോവി എന്നാണ് ഇതിന്റെ പേര്. റീസെന്റ് ആയിട്ട് ഇതൊരു അമേരിക്കൻ കൊതുകാണ്, പക്ഷെ റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒറീസയിൽ. ഇതൊരു പിന്നെ പെൺകൊതുകാണ്. പെൺകൊതുകാണെങ്കിൽ പോലും ഇതിന്റെ ആന്റിന നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആൺകൊതുകുകളെ പോലെയാണ്. അതായത് ആന്റിനയിൽ ധാരാളം രോമങ്ങളുണ്ട്. സാധാരണ പെൺകൊതുകുകളെക്കാൾ ധാരാളം രോമങ്ങളുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാർബൺ ഡൈ ഓക്സൈഡോ ടെമ്പറേച്ചറോ മണമോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല തവളകളെ കണ്ടെത്തുന്നത്. പിന്നെയോ തവള കരച്ചിലാണ്. പ്രത്യേകിച്ചും ബ്രീഡിംഗ് സീസണിൽ ആൺ തവളകൾ വലിയ ഒച്ച ഉണ്ടാക്കുമല്ലോ. നേരത്തെ പറയാം തറാം 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 എന്നുള്ള ഒച്ച ഉണ്ടാക്കുമല്ലോ. ആ ശബ്ദം കണ്ടുപിടിക്കാൻ പെൺകൊതുകുകൾ കഴിവുണ്ട്. ഓക്കെ, സാധാരണ ഈ ശബ്ദം ഉപയോഗിക്കുന്നത് മെയ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്, ഇണയെ കണ്ടെത്താനാണ്. പെൺകൊതുക് ആൺകൊതുകിനെയും കണ്ടെത്താനുള്ള, തമ്മിൽ കണ്ടെത്താൻ, ആ ഒരു സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് കണ്ടെത്താനാണ് ഈ പാട്ടുകൾ ഉപയോഗിക്കുന്നത്, ശബ്ദം ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നാൽ ഈ കൊതുകുകൾ ആ ശബ്ദം അങ്ങനെ മെയ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നേ ഇല്ല. ഓക്കെ, ഇണചേരലിന് ശബ്ദം ഉപയോഗിക്കാത്തവയാണ് ഈ കൊതുകുകൾ. പക്ഷെ അവയ്ക്ക് ഈ പെൺകൊതുകുകൾക്ക്, ആൺകൊതുകുകളല്ല, പെൺകൊതുകുകളാണല്ലോ കടിക്കുന്നുള്ളൂ, പെൺകൊതുകുകൾക്ക് തവളകളുടെ ശബ്ദം തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ആ ശബ്ദം ഉപയോഗിച്ചിട്ടാണ് ഈ കൊതുകുകൾ പോയിട്ട് കടിക്കുന്നത്. ഒരുപാട് സ്റ്റഡീസ് ഇതിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തവളയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് മൊസ്കിറ്റോനെ പിടിക്കുന്ന ട്രാപ്പുകളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഈ കൊതുകുകളെ അവർക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് അമേരിക്കയിലും സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, ജപ്പാനിലും സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇതാണ് ആന്റിന, കൊതുകിന്റെ ആന്റിനയാണിത്. അപ്പൊ ഇതിന്റെ ഏറ്റവും ബേസിൽ രണ്ടാമത്തെ കുറെ സെഗ്മെന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ രണ്ടാമത്തെ സെഗ്മെന്റിലാണ് പെഡിസെൽ എന്നാ പറയാ. ആ സെഗ്മെന്റിലാണ്, അത് ടെക്നിക്കൽ ടേം ഒന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് അതിന്റെ ചെവി ഉള്ളത്. ചെവി എന്ന് പറഞ്ഞാൽ ചെവിയുടെ നമ്മളെ ചെവി പോലെയല്ല, അതിന്റെ ജോൺസ്റ്റൺസ് ഓർഗൻ ആണ്
അതിന്റെ പേര്. അത് പിന്നെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇതിൽ ചെറിയ രോമങ്ങൾ പോലെയുള്ള നമ്മുടെ ആന്തര കർണത്തിൽ ഇന്റേണൽ ഇയറിൽ നമുക്ക് ഹെയർ സെൽസ് ഉണ്ട്. ഏകദേശം അതുപോലെയുള്ള ഇതിൽ നിന്നൊക്കെയാണ് ഇവോൾവ് ചെയ്തത് ഹെയർ സെൽസ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇതിലും അങ്ങനത്തെ രോമങ്ങളുണ്ട്. ഇതിന് സ്കോളോപീഡിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ശബ്ദം വരുന്ന സമയത്ത് ശബ്ദം ഇവിടെ തട്ടി ആന്റിന വിറക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് ആൺകൊതുകുകൾക്ക് കൂടുതൽ രോമങ്ങളുള്ളതുകൊണ്ട് ആ ശബ്ദം വളരെ സെൻസിറ്റീവാണ്. പെൺകൊതുകളെക്കാളും കേൾവി ശക്തി ഉള്ളത് ആൺകൊതുകൾക്കാണ്. അപ്പൊ അത് ആന്റിന വഴി പതുക്കെ ജോൺസ്റ്റൺ ഓർഗനിൽ എത്തുകയും അത് പിന്നെ സ്കോളോപീഡിയയെ ചലിപ്പിക്കുകയും ആ സമയത്താണ് ശബ്ദം അവയ്ക്ക് കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, കൂടുതൽ അറിയണമെങ്കിൽ പിന്നീട് ചോദിച്ചാൽ പറയാം. അപ്പൊ ഈ തവളയെ കടിക്കുന്ന കൊതുക് കേരളത്തിലുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട് എന്നാണ് ഉത്തരം. വളരെ വളരെ മുമ്പ് 1959 പബ്ലിഷ് ചെയ്ത ഒരു പേപ്പറാണ്. ഓക്കെ, മിമോമിയ ചേംബർലൈൻ എന്നാണ് കൊതുകിന്റെ പേര്. അപ്പൊ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഈ കൊതുകിനെ കണ്ടെത്തിയത്. ഒരു MAU മേനോനും MRV തമ്പിയും. ഇവര് ഹെൽത്ത് സർവീസിൽ, കേരള ഹെൽത്ത് സർവീസിലെ എൻഡമോളജിസ്റ്റുകളായിരുന്നു. അപ്പൊ അവര് ഒരു ദിവസം ഇങ്ങനെ പിന്നെ മൊസ്കിറ്റോസിനെ സർവേ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ടാങ്ക് കണ്ടു, ഒരു കുളം കണ്ടു. ആ കുളത്തിൽ അവർ കണ്ടു ഇങ്ങനെ ഈ കൊതുകുകള് പിന്നെ തവളകളെ കടിക്കുന്ന കണ്ടു. ഓക്കെ, അപ്പൊ അവരതിനെ പിടിച്ചു. അതിലുള്ള പിന്നെ അത് കടിച്ചിട്ടുള്ള രക്തം കുടിച്ചിട്ടുള്ള കൊതുകുകളെ പിന്നെ പിടിച്ചു. ആ രക്തം അവർ പരിശോധിച്ച് നോക്കിയപ്പോൾ അതെല്ലാം തവള രക്തമായിരുന്നു അതിലൊക്കെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല നേരിട്ട് തന്നെ തവളകളെ കടിക്കുന്നത് കണ്ടു. അതിനുശേഷം നമ്മൾ ആരും റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പബ്ലിഷ് ചെയ്തിട്ടില്ല ആരും ഇങ്ങനെ കൊതുകിനെ കടിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞത്, കാട്ടിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കൊതുകിനെ തവളയെ കടിക്കുന്ന കൊതുകുകളെ കണ്ടാൽ ഫോട്ടോ എടുക്കുക, കഴിയുമെങ്കിൽ പിടിക്കുക. ഓക്കെ, തവള കൊതുകുകളെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സുസ്മിത പറഞ്ഞ ലൂക്ക മാഗസീനിലുള്ളതാണ് വായിക്കുന്നത്. ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു മാഗസീനാണ്. ഞാൻ സ്ഥിരമായിട്ട് അതിലെ കൊതുകുകളെ പറ്റി എഴുതുന്നുണ്ട്. ഓക്കെ, പറഞ്ഞതൊക്കെ അതിലുണ്ട്. തവളകളെ മാത്രമല്ല, അത് പാമ്പുകളെയും തവളയും മാത്രമല്ല, മത്സ്യങ്ങളെ പോലും കൊതുകുകൾ വെറുതെ വിടില്ല. അതാണ് രസം. ഓക്കെ, വെള്ളത്തിൽ മുങ്ങി കളിക്കുന്ന മത്സ്യത്തെ പോലും കൊതുക് കടിക്കുക. ചില കൊതുകുണ്ട്. ഈ കൊതുകിന്റെ പേര് പിന്നെ എയ്ഡിസ് ബൈസാസി എന്നാണ് പേര്. ഒരു ജാപ്പനീസ് കൊതുകാണത്. ഓക്കെ, അപ്പൊ ഇത് പിന്നെ മാംഗ്രൂവ് ഫോറസ്റ്റ് കാണിക്കുന്നത്, കണ്ടൽക്കാടുകൾ കാണുന്ന ഒരു മത്സ്യമാണ്. ഇത് പൊതുവെ വെള്ളം കുറവായിരിക്കും ആ സ്ഥലത്ത്. ഇത് വല്ല തല പൊക്കുന്ന സമയത്ത് ഈ കൊതുക് പോയിട്ട് ഇതിനെ കടിക്കും. ഓക്കെ, അതേപോലെ തന്നെ മഡ് സ്കിപ്പർ എന്നുള്ള ഫിഷ് നിങ്ങൾ കണ്ടു കാണും. നിങ്ങളെ ഇതിലൊക്കെ ഉണ്ടാവും, മാംഗ്രൂവ് ഫോറസ്റ്റിലൊക്കെ ഉണ്ടാവും. അത് അധികം കരയെ തന്നെയാണ് ഉണ്ടാവുക, അല്ലേ? അപ്പൊ അതിനെയും കടിക്കും. അതിനെ കടിക്കുന്ന കൊതുകുകളുണ്ട്. അതാണ് ഇപ്പം കണ്ടൽക്കാടെല്ലാം കാണാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഏതെങ്കിലും കൊതുക് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതൊക്കെ പുതിയ കണ്ടെത്തലുകളായിരിക്കും, നമുക്ക് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ഇതിന് പുറമെ ഈവൺ മണ്ണിരകളെയും അട്ടകളെയൊക്കെ കടിക്കുന്ന കൊതുകുകളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഇതാണ് യുറനോറ്റീനിയ സഫയറിന എന്ന് പറയുന്ന കൊതുക്. അപ്പൊ കൊതുകുകളുടെ ലോകം എന്ന് പറഞ്ഞാൽ ബഹുവിധമാണ്, വളരെ വിചിത്രമാണ്. ഇനി അതിലും വളരെ വിചിത്രമായുള്ള ഒരു കൊതുകിനെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. ഇതിവിടെ കാണിച്ചത് ആൺകൊതുകുകൾ അധികം തേനൊക്കെയാണ് കഴിക്കുക. ഓക്കെ, പെൺകൊതുകുകളും കൂടി. പെൺകൊതുകൾക്ക് വെറും ചോര കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. കാരണം അതിന് പിന്നെ പ്രോട്ടീൻ സപ്ലൈക്ക് വേണ്ടി, പ്രോട്ടീന് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ അതിന്റെ മറ്റുള്ള ഊർജത്തിന് വേണ്ടി അതിന് ഗ്ലൂക്കോസ് ആവശ്യമാണ്. അപ്പൊ ഗ്ലൂക്കോസ് കിട്ടുന്നത് നെക്ടർ എന്നാണ് കിട്ടുന്നത്. അത് രണ്ട് കൊതുകും നെക്ടർ കഴിക്കുക. അതുകൊണ്ട് തന്നെ പോളിനേറ്റേഴ്സ് ആൾസോ, പോളിനേറ്റേഴ്സ് ആണ്. ഓക്കെ, മറ്റുള്ള പിന്നെ ഇൻസെക്ട്സിനെ പോലെ തന്നെ. ഇനി അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വിചിത്രമായ ഒരു കൊതു തന്നെയാണ്. ഈ ഫോട്ടോഗ്രാഫ് ഒരു എക്സ്ക്ലൂസീവ് ഫോട്ടോഗ്രാഫാണ്. ഇത് നിങ്ങൾക്കൊന്നും കിട്ടില്ല, ഒരു സ്ഥലത്തും പബ്ലിഷ് ചെയ്യാത്ത ഫോട്ടോ ആണ് ഇത്. ഒറിജിനൽ ഫോട്ടോഗ്രാഫ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത ശേഷം എനിക്ക് അയച്ചു തന്നതാണ്. ജപ്പാനുള്ള മിയാഗി എന്ന് പറയുന്ന ഒരാളെ എനിക്ക് അയച്ചു തന്നത്. ഈ കൊതുകിന്റെ പേര് മലയ എന്നാ പേര്. മലയ, അങ്ങനെയും കൊതുകുണ്ട്. ഓക്കെ, മലയ ജനൂറോസ്ട്രിസ് എന്നാണ് മുഴുവൻ പേര്. ഇതിനെ നോക്കിയാൽ അറിയാം ഈ കൊതുക് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഉറുമ്പിനെ കണ്ടു അല്ലെ? ഉറുമ്പിന്റെ വായിൽ നിന്നാണ് ഇത് ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇതൊരു ക്രിമറ്റോകാസ്റ്റർ എന്ന് പറയുന്ന ഒരു പിന്നെ ആൻഡാണ്. ഇതിങ്ങനെ വരിവരിയായിട്ട് പോകുന്ന സമയത്ത് ഈ കൊതുമെല്ലാം പറന്ന് മുമ്പിൽ വന്ന് നിൽക്കും. എന്നിട്ട് അതിന്റെ ആൻറ്റിനെ കൊണ്ട് പതുക്കെ അതിന്റെ തല എങ്ങനെ ഒഴിയാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഒഴിയാൻ നടക്കുന്ന സമയത്ത് പതുക്കെ ഇത് വായി തുറക്കും, ഉറുമ്പ് വായി തുറക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേക തരത്തിലുള്ള ആകൃതിയുള്ള പ്രൊബോൾസ് ആണ് ഇതിലുള്ളത്. നേരെയുള്ള പ്രൊബോൾസ് അല്ല, വളഞ്ഞ അറ്റം വളഞ്ഞ മേലോട്ട് വളഞ്ഞ പ്രൊബോൾസ് ആണ്. അത് മെല്ലെ പതുക്കെ ഇതിന്റെ വായിലേക്ക് കടത്തിവിട്ട്, ആ കടത്തിവിടുന്ന സമയത്ത് ആൻഡ് അതിന്റെ അതിന്റെ ഉദരത്തിലുള്ള ദഹിപ്പിച്ച ഭക്ഷണം അപ്പൊ അതൊക്കെ പുറത്തേക്ക് ഛർദ്ദിക്കും. ഓക്കെ, റീഗർജിറ്റേറ്റ് ചെയ്യും. അതാണ് ഇതിന്റെ ഫുഡ്. ഇപ്പൊ വളരെ പിന്നെ നമുക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണിത്. കാരണം കൊതുക് അതിന്റെ പ്രൊബോസിസ് ആൻഡിന്റെ ഇതിന്റെ ഉറുമ്പിന്റെ വായിലിടുന്ന സമയത്ത് അത് കടിക്കില്ല, ഒന്നും ചെയ്യില്ല. അത് അതൊക്കെ മിണ്ടാതെ ഇങ്ങനെ നിന്ന് കൊടുക്കും. അത് എന്തെങ്കിലും ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ഇപ്പോൾ നമുക്കറിയില്ല. പക്ഷെ മറ്റൊരു കാരണം പറയുന്നത്, ഈ പൊതുവെ ഈ പിന്നെ ഉറുമ്പുകൾക്ക് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ. അതുപോലെ ഒരാളുടെ ഫുഡ് മറ്റൊരു ഫുഡിന് കൊടുക്കുന്ന ഒരു കൈമാറുന്നൊരു സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് ആന്റിനെ കൊണ്ട് തൊട്ടിട്ടൊക്കെയാണ് അത് കണ്ടെത്തുന്നത്. ചിലപ്പോൾ ഇത് മറ്റൊരു ഉറുമ്പാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം അത് വായ തുറന്ന് കൊടുക്കുന്നത്. അതൊരു റീസണാണ്. ഓക്കെ, ഇതിനെപ്പറ്റി എഴുതിയൊരു ലേഖനമാണ്. മാതൃഭൂമി വിദ്യയിൽ എഴുതിയ നോവലാണിത്. വിദ്യയിലല്ല, മാതൃഭൂമി എഴുതിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൊസ്കിറ്റോ. ഇതൊരു വലിയ മൊസ്കിറ്റോ ആണ്. സാധാരണ ഇതിന് ഒരുപാട് ആളുകൾ എനിക്ക് ഫോട്ടോ അയച്ചു തരും. സാർ ഇത് കൊതുകാണോ, ഇതെന്ത് കൊതുകാണ്, ഇത് കടിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു തരും. ഈ കൊതുകിന്റെ പേരാണ് ടോക്സോ റിങ്കൈറ്റിസ് എന്നാണ് കൊതുകിന്റെ പേര്. ഓക്കെ, ഇത് മനുഷ്യനെ കടിക്കില്ല, ഒരു ജീവിയെയും കടിക്കില്ല, ചോര കുടിക്കുകയില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഇത് വലിയൊരു കൊതുകാണ്. അതുകൊണ്ട് തന്നെ ആനക്കൊതുക് എന്നാ മലയാളത്തിൽ പറയാം. ആനയെ കടിക്കൊന്നുമില്ല, പക്ഷെ പേര് ആനക്കൊതുക് എന്നാണ്. അപ്പൊ ഇതിന്റെ പ്രൊബോസിസ് നോക്കിക്കഴിഞ്ഞാൽ നീണ്ട് വളഞ്ഞ പ്രൊബോസിസ് ആണിത്. ഇതുകൊണ്ട് നമ്മളെ കടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് അതിന് നെക്ടർ കഴിക്കാൻ പറ്റും. പൂന്തേൻ, പൂവിൽ നിന്ന് തേന് കഴിക്കാൻ പറ്റും. അതാണ് അതിന്റെ ഫുഡ്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും ആൺകൊതുകളും പെൺകൊതുകളും ഒരേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നവയാണ്. ഓക്കെ, എന്നാൽ അവരുടെ ലാർവ എന്ന് പറയുന്നത് അത്ര ഒരു എന്താ പറയേണ്ടത്, നിഷ്കളങ്കരല്ല. ഓക്കെ, വീരന്മാരാണ്, വലിയ ലാർവകളാണ്. ഓക്കെ, നല്ല സൈസിന് കറുപ്പ് കളറായിരിക്കും. ടഫായിട്ടുള്ള ശരീരമാണ്. അതിന്റെ നല്ല ശക്തിയുള്ള പല്ലുകളുണ്ട്, മാൻഡിബിൾസ് ഉണ്ട്. ഇതിന്റെ ഭക്ഷണം, ഇത് പ്രിഡേറ്റേഴ്സ് ആണ്. അതിന്റെ പ്രധാന ഭക്ഷണം മറ്റ് കൊതുക് ലാർവകളാണ്. ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവയെ മോസ്കിറ്റോ കൺട്രോളിന് ഉപയോഗിക്കാം. ഓക്കെ, പൊട്ടൻഷ്യൽ കൺട്രോൾ ഏജൻസ് ആണ്. ഇവ അധികം കാണുന്നത് മരപ്പത്തിലുണ്ടാവും, അതല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളിൽ. എവിടെയാണ് ഏഡിസ് മോസ്കിറ്റോ ഉള്ളത് അവിടെ ഈ കൊതുകളിയും കാണും. കേരളത്തിൽ നമുക്ക് 2 സ്പീഷീസ് ആണുള്ളത്. ടോക്സോറിങ്കൈറ്റിസ് സ്പ്ലെൻഡൻസ്, ടോക്സോറിങ്കൈറ്റിസ് ത്യാഗി എന്ന് പറയുന്ന 2 സ്പീഷീസുകളുണ്ട്. പക്ഷെ പൊതുവായിട്ട് ജനറലായിട്ട് കാണുന്നത് ടോക്സോറിങ്കൈറ്റിസ് സ്പ്ലെൻഡൻസ് ആണ്. നല്ല ഭംഗിയാണത്, നല്ല ഭംഗിയുള്ള മഞ്ഞ കളറൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇത് ഒന്ന് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കൊതുകുകളും എന്താ പറയേണ്ടത് വിരൂപികളല്ല എന്ന് കാണിക്കാൻ. നല്ല ഭംഗിയുള്ള മയിൽപ്പീലി പോലെയുള്ള, മയിലുകളെ പോലെ ഭംഗിയുള്ള കൊതുകുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ഇന്ത്യയിൽ കാണാത്ത കൊതുകാണ്. സബീത്തിസ് എന്നാണ് ഈ കൊതുകിന്റെ പേര്. കണ്ടില്ല, അതിന്റെ കാലിൽ നല്ല രോമങ്ങൾ, നല്ല നീലക്കറുള്ള നല്ല തിളങ്ങുന്ന രോമങ്ങളൊക്കെ ഉണ്ടാവും. മൈക്രോസ്കോപ്പിലൊക്കെ നോക്കിയാൽ നല്ല മയിലിനെ പോലെയൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള കൊതുകുകളാണ്. നമുക്ക് ഈ കൊതുകളില്ല ഇവിടെ, കേരളത്തിലില്ല. പിന്നെ ഈ കൊതുകിന്റെ ഇണചേരലിനെ പറ്റിയാണ്. അപ്പോൾ 2 തരത്തിൽ കൊതുകുകൾ ഇണചേരും. ഒന്ന്, വലിയൊരു കൂട്ടം, ചില കൊതുകുകൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് മൊസ്കിറ്റോസ് വേണം എന്ന് പറഞ്ഞാൽ സ്വാമിങ് എന്നാ പറയാ. ആയിരക്കണക്കിന് കൊതുകുകൾ ഒന്നിച്ച് പറക്കുന്ന സ്വാംസ് വേണം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും വൈകുന്നേരങ്ങളിൽ ചില മരക്കുറ്റിയുടെ മേലെയും ചിലപ്പോൾ നിങ്ങൾ തലയുടെ മേലെ തന്നെയും 100 കണക്കിന് കൊതുകുകൾ ഇങ്ങനെ പറന്ന് കളിക്കുന്നത് കാണാം. നിങ്ങൾ അതിനെ പിടിച്ചു നോക്കിയാൽ അറിയാം, എല്ലാം മീശക്കാറായിരിക്കും. എന്ന് പറഞ്ഞാൽ മെയിൽ മൊസ്കിറ്റോസ് ആയിരിക്കും. അപ്പൊ മെയിൽസ് ആണ് ഇങ്ങനെ സ്വാം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സ്വാമില് ഒന്നുകിൽ ശബ്ദം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാഴ്ച കൊണ്ട് തന്നെയായിരിക്കാം. അതിൽ ഫീമെയിൽ മൊസ്കിറ്റോസ് പറന്നു വരും. ഒരു തരത്തിലുള്ള സ്വയംവരമാണ്. ഓക്കെ, പെൺകൊതുകൾ ഇങ്ങോട്ടാ വരിക. നമ്മുടെ പുരുഷന്മാര് പിന്നെ പെണ്ണ് കാണാൻ അങ്ങോട്ടല്ല പോകുന്നത്, അല്ലെ? ഇത് നേരെ തിരിച്ചാണ്. പെൺകൊതുകള്
ആണുങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പൊ അതിന് രണ്ടും പാട്ട് പാടും. അതിന്റെ ചിറകുകൾ ഉപയോഗിച്ചിട്ട് ശബ്ദമുണ്ടാക്കും. അപ്പോൾ സ്പീഷീസ് മനസ്സിലാക്കാൻ പറ്റും. അത് രണ്ടും അടുത്ത് വരുന്ന സമയത്ത് ഒരു രണ്ട് ശബ്ദവും കൂടിയിട്ടുള്ള ഒരു ഉയർന്ന ശബ്ദം ഉണ്ടാകുന്ന പറയുന്നത് ഹൈ ഹാർമോണിക് സൗണ്ട് എന്ന് പറയാം. അപ്പോ ആ ഹയർ ഹാർമോണിക് സൗണ്ട് തിരിച്ചറിയിട്ടാണ് ഇത് എന്റെ ആളാണ് എന്നത് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് ഒരേ സ്പീഷീസ് ആണ് നോർമലി, അല്ലാത്തവയും ഉണ്ട് വളരെ അപൂർവമായിട്ട്. സാധാരണയായിട്ട് സെയിം സ്പീഷീസ് ആണ് മെയ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടും കൂടി എന്താവും, ആൺകൊതുകൾക്ക് അതിന്റെ അബ്ഡോമന്റെ അറ്റത്ത് ക്ലാസ്പേഴ്സ് എന്ന് പറയുന്ന ഒരു അവയവുണ്ട്. അതുകൊണ്ട് ഇതിനെ പിടിക്കും. പെൺകൊതിനെ പിടിച്ച് ആ കൂട്ടത്തിൽ നിന്ന് അവര് പിന്നെ ഹണിമൂണിന് പോകും, പുറത്തേക്ക് പോകും. പിന്നെ അവിടെ നിൽക്കില്ല, പുറത്തേക്ക് പോകും, മെയ്റ്റിങ് നടക്കും. ഓക്കെ, അങ്ങനെയാണ് പ്രധാനമായി പല മസ്കിറ്റോസ് ഇങ്ങനെയാണ് മെയ്റ്റ് ചെയ്യുന്നത്. മറ്റു ചില മസ്കിറ്റോസ് അങ്ങനെയല്ല, അത് സിംഗിൾ ആയിട്ടാണ്, ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ്, പറന്നുകൊണ്ടല്ല, അല്ലാതെ ഗ്രൗണ്ട് ലെവൽ തന്നെയാണ്, എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് തന്നെയാണ് മെയ്റ്റിങ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പൊതുവെ പറയാറുണ്ട്, ഒരു തമാശക്ക് പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും ഭീകരനായ ജീവി കൊതുകുകളാണ്, ദ ഡെഡ്ലിയസ്റ്റ് എനിമി ഓഫ് ദ വേൾഡ്. ഓക്കെ, അത് പറയാൻ കാരണം മസ്കിറ്റോ ബോൺ ഡിസീസസ് കൊണ്ടാണ് ഏതെങ്കിലും ജീവി കൊണ്ടുള്ള മരണം നമ്മൾ മറ്റുള്ള ജീവികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം ആളുകളെ കൊല്ലുന്നത് കൊതുകുകളാണ്. എന്ന് പറയാൻ കൊതുക് ഡിസീസ് കൊണ്ടാണ്, മസ്കിറ്റോ ബോൺ ഡിസീസ് കൊണ്ടാണ് ഏകദേശം 1 മില്യൺ ഡെത്ത്സ്, 10 ലക്ഷത്തോളം മരണമാണ് ഒരു കൊല്ലത്തിൽ നടക്കുന്നത്. നമ്മൾ 2ാം സ്ഥാനത്ത് നമ്മൾ തന്നെയാണ് കേട്ടോ, മനുഷ്യന്മാർ തന്നെയാണ്. 4.7 ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നുണ്ട്. ഓക്കെ, പിന്നീട് പിന്നെ വിഷപ്പാമ്പുകളാണ് 1 ലക്ഷത്തോളം, പിന്നെ പട്ടികളാണ്, അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്പർ 1 ടോപ്പിലുള്ളത് മൊസ്കിറ്റോസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡെഡ്ലിയസ്റ്റ് എനിമൽ എന്നുള്ള ഒരു പേര് വീണിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, ഇത് കേരളത്തിലുള്ള കൊതുകുകളെ ആർക്കെങ്കിലും അതിന്റെ സ്പീഷീസ് അറിയണമെങ്കിൽ, ഞാൻ സ്പീഷീസ് ഒന്നും നേരത്തെ കൊടുത്തിട്ടില്ല, അറിയണമെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആണ് മൊസ്കിറ്റോ ഫോണ ഓഫ് കേരള ഇന്ത്യ എൻ അപ്ഡേറ്റ്. 151 കൊതുകുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ ഇപ്പോൾ 2 എണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെ സ്പീഷീസ് അടക്കം നമുക്ക് കിട്ടും. ഇത് കേരളത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു 17 കൊതുകുകളെ നമ്മൾ കേരളത്തിൽ നിന്നാണ് ആദ്യമായിട്ടത് ഡിസ്ക്രൈബ് ചെയ്തെന്ന് പറയും. അതിന്റെ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു, ഇതിന്റെ സ്ഥലങ്ങൾ മാത്രം കാണിക്കുക. അധികം 1901, 1905, 1910, 1922, 34, പിന്നീട് 1947 ശേഷമാകുന്ന 4 കൊതുകുകളെയാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത്. ഇന്ത്യക്കാരാണ് ഇതൊക്കെ ചെയ്തത്, ബാക്കിയെല്ലാം ഇംഗ്ലീഷുകാർ ചെയ്തതാണ്. ഇതധികവും ചെയ്തത് തിരുവിതാംകൂറിനെ പറയുന്നുള്ളൂ, 2 കൊതുകുകൾ. പിന്നെ കൊല്ലത്തുനിന്ന് കുറെ കൊതുകുകളാണ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ എനിക്ക് തോന്നുന്നു പട്ടാള ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ജെയിംസ് പറഞ്ഞ ഒരാൾ, അദ്ദേഹമാണ് മിക്കവാറും കൊതുകുകളി തിരുവിതാംകൂറിൽ നിന്ന് പിടിച്ചത്. അപ്പം അതുകൊണ്ടായിരിക്കും അവിടെ ആ ഒരു ലൊക്കാലിറ്റി അവിടെ വന്നത്. പിന്നെ തിരുവനന്തപുരം, കൊല്ലം, പിന്നെ ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലുള്ള പുതുപ്പാടി എന്നൊരു സ്ഥലമുണ്ട്, വയനാടിന്റെ തൊട്ട് താഴ്വരയിലുള്ള ഒരു സ്ഥലമാണ് പുതുപ്പാടി. അവിടുന്ന് കുറെ കൊതുകുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ മലബാറിന് എഴുതിയിട്ടുണ്ട്, ചിലത് സ്ഥലം നമുക്കറിയില്ല. ഓക്കെ, കൊല്ലം അവസാനത്തെ മുതുകൊതുകിനെയും കണ്ടുപിടിച്ചത് കൊല്ലത്ത് തന്നെയാണ്. അപ്പൊ കൊല്ലത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അതൊക്കെ വിട്ടേക്കാം. ഓക്കെ, ഇനി മൊസ്കിറ്റോ കൊതുകുകൾ പരത്തുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ്. നമ്മൾ സമയം 8:45 9 മണിക്ക് നമുക്ക് നിർത്താം അല്ലെ? 9 മണി വരെ പോരെ? 9 മണി വരെ വേണ്ട അല്ലെ? ചോദ്യങ്ങൾ 9 മണിയാണ് നിങ്ങളുടെ പിന്നെ നിർത്തേണ്ടത് അല്ലെ, എല്ലാം കഴിയേണ്ടത്. അപ്പൊ നമുക്ക് കുറച്ച് സമയം കൂടി നിന്നിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, ഒന്ന് ഓടിച്ചിട്ട് പോയിട്ട്. ഇനി അധികം ഇല്ല, അവന് കുറച്ചുകൂടിയേ ഉള്ളൂ. രോഗത്തെ പറ്റി ഞാൻ അധികം പറയുന്നില്ല, അതിന്റെ എന്താണ് എങ്ങനെയാണ് അതിന്റെ ലക്ഷണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഡിസീസിനെ പറ്റി പറയുന്നില്ല, അതിന്റെ നമ്പർ മാത്രം പറയാം. അപ്പൊ ഏറ്റവും കൂടുതൽ പിന്നെ ഉള്ളത് മലേറിയ തന്നെയാണ്. അത് അനഫലസ് മൊസ്കിറ്റോസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മുടെ വേൾഡിൽ 29.7 കോടി അത്രത്തോളം ആളുകൾ ഒരു വർഷം ഇത് ബാധിക്കുന്നുണ്ട്. അതിൽ ഏകദേശം 6 ലക്ഷത്തിലധികം ആളുകൾ മരിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിലാണെങ്കിൽ 2 ലക്ഷത്തിൽ ചെല്ലുവാൻ ആളുകൾക്ക് ഡിസീസ് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കാണ്. കഴിഞ്ഞ വർഷം 83 ആളുകൾ മരിച്ചിരുന്നു. ഈ നമ്പർ അത്ര കൃത്യമൊന്നല്ല, ഇതിലൊക്കെ എത്രയോ കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യത. ഓക്കെ, യെല്ലോ ഫീവർ നമുക്ക് ഇല്ല, ഇന്ത്യയിൽ ഇല്ലാത്തൊരു 8 ഡിസീസാണ് പ്രധാനമായിട്ടുള്ളത്. 7 നമുക്കുണ്ട്, കേരളത്തിലുണ്ട്. ഓക്കെ, ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. യെല്ലോ ഫീവർ നമുക്കില്ല. അത് ആഫ്രിക്ക, അമേരിക്ക, ദക്ഷിണ അമേരിക്ക അവിടെയൊക്കെയാണുള്ളത്. അതാണ് 2ാം സ്ഥാനത്തുള്ളത്. 2 ലക്ഷത്തോളം ആളുകൾ. 2ാം സ്ഥാനത്ത് എന്ന് പറയാൻ പറ്റില്ല, 3-4 സ്ഥാനത്തൊക്കെ വരും.
30,000 മരണം നമുക്ക് ഇന്ത്യയിലില്ല. ഡെങ്കി ഇതാണ് ശരിക്കും ഇപ്പം എമേർജ് ചെയ്യുന്ന നമ്പർ 1 ഡിസീസ് ലോകത്ത് തന്നെ. ഇതാണ് ഇൻക്രീസ്. മലേറിയ ഒക്കെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഡെങ്കിപ്പനി ഓരോ വർഷം കൂടുന്തോറും കൂടി വരികയാണ്. അത് കേരളത്തിലും കൂടുന്നുണ്ട്, ഇന്ത്യയിൽ കൂടുന്നുണ്ട്, ലോകത്ത് തന്നെ അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ഏറ്റവും ഫോക്കസ് ഇപ്പോ ഈ ഒരു പിന്നെ രോഗത്തിനും ഇത് പരത്തുന്ന ഏഡിസ് കൊതുകുകളിലാണ് നമുക്കിനി വേണ്ടത്. അതിനാണ് ഇപ്പോൾ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അറൗണ്ട് ദ വേൾഡ് 5 ലക്ഷം കേസുകൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നത്. 12,500 ആളുകൾ മരിച്ചു. ഇതും ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള കണക്കൊന്നല്ല. ഇത് കണ്ടില്ല, മലേറിയേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ഡെങ്കിപ്പനിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഏകദേശം 3 ലക്ഷത്തിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. 485 മരണങ്ങൾ ഉണ്ടായിരുന്നു. വൈറസ് ക്യൂലക്സ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ജപ്പാൻ ജ്വരം എന്ന് പറയുന്നത് 50,000-ഓളം കേസുകളുണ്ട്. 10,000-ഓളം ആളുകൾ മരിച്ചിരിക്കുന്നു. നമുക്ക് ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ള കണക്കൊന്നുമില്ല. കേരളത്തിൽ വളരെ കുറച്ച് കേസുകളുണ്ട്. വെസ്റ്റ് നൈൽ വൈറസും കേരളത്തിൽ വന്നു തുടങ്ങി. കൃത്യമായ ഡാറ്റ നമ്മുടെ കയ്യിലില്ല. ക്യൂലസ് കൊതുകാണ് വെക്ടേഴ്സ്. ചിക്കൻ ഗുനിയ അഗൻ ഏഡിസ് മോസ്കിറ്റോ ആണ്. ഒരുപാട് കേസുകൾ ഉണ്ടാവാറുണ്ട്. അതിന് ഇന്ത്യയിൽ 11,477 കേസ് ഉണ്ടാകും. കേരളത്തിലും കേസുകൾ ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ വർഷം കുറവായിരുന്നു. സിക്ക ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന ഒരു ഡിസീസാണ്. അത് അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ദക്ഷിണ അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ട് 3-4 വർഷമായിട്ടേ ഉള്ളൂ. കേരളത്തിലും വന്നു, തിരുവനന്തപുരത്ത് വന്നു, ഔട്ട് ബ്രേക്ക് ഉണ്ടായി, തലശ്ശേരി ഉണ്ടായിരുന്നു. അതിന്റെ കൃത്യമായ ഏതാനും കേസുകൾ, കൃത്യമായ കണക്കൊന്നും നമ്മുടെ കയ്യിൽ ഇന്ത്യയിലുള്ള കണക്കില്ല. കേരളത്തിലെ കണക്ക് നോക്കാം. അവസാനമുള്ളത് മന്താണ്. മന്ത് വളരെ പഴയ, ഏറ്റവും പഴയ ഡിസീസ് എന്ന് പറയാം. ഇത് നമ്മുടെ മലേറിയ പോലെ മറ്റുള്ള ഡിസീസ് പോലെ ഓരോ വർഷക്കണക്കൊന്നും നമുക്ക് കിട്ടില്ല. അത് ക്രോണിക് ഡിസീസാണ്, ലോങ് ലാസ്റ്റിംഗ് ഡിസീസാണ്. 5, 10, 15 കൊല്ലമൊക്കെയാണ് ഈ ഡിസീസ് ഉണ്ടാവുക. അപ്പോഴേക്കാണ് ഈ കാല് തടിച്ച് മന്തായിട്ട് വരികയുള്ളൂ. ഇപ്പൊ കടിച്ച ഉടനെയൊന്നും സിംറ്റംസ് ഒന്നും കാണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അത് കുറഞ്ഞു വരികയാണെന്നാണ് കണക്ക്. കേരളത്തിലെ പിന്നെ ഒരു കഴിഞ്ഞ 4 വർഷത്തിലുള്ള കണക്കാണിത്. മലേറിയ കഴിഞ്ഞ വർഷത്തെ കണക്ക് മാത്രം പറയാം. 551 കേസുകൾ ഉണ്ടായിരുന്നു, 7 മരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ മിക്കവാറും മലേറിയ കേസുകളും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന കേസുകളാണ്. അപ്പോൾ ഇമ്പോർട്ടഡ് കേസ് എന്താ പറയാ. പക്ഷെ കഴിഞ്ഞ കൊല്ലം നമുക്ക് 5 കേസ് ഇവിടുന്ന് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട കേസുകൾ ഉണ്ടായി. ഓക്കെ, ഇപ്രാവശ്യം കണ്ടില്ലേ, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി അതുകൊണ്ട് ഇതൊക്കെ കടക്കും. 551 എല്ലാം കടക്കും. 440 ഇപ്പൊ തന്നെയായി. ഓക്കെ, 8 ഇൻഡിജിനസ് കേസുമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഡെങ്കിപ്പനിയാണെങ്കിൽ കഴിഞ്ഞ വർഷം 16,595 കേസുകൾ, 55 ഡെത്ത് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പം ജൂലൈ അവസാനമാകുമ്പോഴേക്ക് തന്നെ 11,000 വന്നു. അപ്പൊ ഈ വർഷം അതിൽ കൂടുതലുണ്ട്, 29 മരണം ഉണ്ടായിരുന്നു. മിക്കവാറും ക്രോസ് ചെയ്യും കഴിഞ്ഞ കൊല്ലത്തേക്കാളും. ജെഇ നമുക്ക് കഴിഞ്ഞ പോലെ 6 കേസും 1 മരണവും. ഈ വർഷം ഇതുവരെ 5 കേസും 2 മരണവും. ചിക്കൻ ഗുനിയ 31 കേസായിരുന്നു കഴിഞ്ഞ പോലെ. ഇക്കൊല്ലം ഇതുവരെ 11 കേസ്. വെസ്റ്റ് നൈൽ വൈറസ് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം കണ്ടില്ല, ചെറിയൊരു ഔട്ട് ബ്രേക്ക് ഇവിടെ വന്നു. 26 പേർക്ക് വെസ്റ്റ് നൈൽ ഡിസീസ് വന്നു എന്ന് മാത്രമല്ല 4 പേർ മരിക്കുകയും ചെയ്തു. അപ്പൊ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡിസീസാണ് വെസ്റ്റ് നൈൽ ഡിസീസ്. ഓക്കെ, സിക്ക ഈ വർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല, പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് 13 കേസ് ഉണ്ടായിരുന്നു. ഓക്കെ, 2021 സ്റ്റാർട്ട് ചെയ്ത് 90 കേസ് ഉണ്ടായിരുന്നു. 22 15 കേസ്, 23 തലശ്ശേരി കോടതിയുടെ അടുത്ത് ഉള്ള കേസാണ് 13 കേസ്. ഈ വർഷം ഇതുവരെ കേസ് ഇല്ല. ഓക്കെ, മൊസ്കിറ്റോസിന്റെ ലൈഫ് സൈക്കിൾ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കൊതുക് ചോര കുടിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു അത് മുട്ട ഉണ്ടാവുകയും മുട്ട എവിടെയെങ്കിലും ഏതെങ്കിലും വെള്ളത്തിലാണ് പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്യൂലസ് കൊതുകുകളാണെങ്കിൽ അത് ഒരു ഗ്രൂപ്പായിട്ടുള്ള എക്സ് ആയിരിക്കും. ഓക്കെ, ഒരു ബോട്ടിന്റെ ആകൃതിയുള്ള ക്രാഫ്റ്റ് എന്നാ പറയാ. അപ്പൊ അത് വിരിഞ്ഞ് കൊതുകുകൾ ലാർവ ഉണ്ടാകുന്നു. ലാർവ ഭക്ഷണം കഴിച്ച് ഏകദേശം ഒരാഴ്ച കൊണ്ട് പ്യൂപ്പ ആയിട്ട് മാറും. പ്യൂപ്പ 1-2 ദിവസം കൊണ്ട് അത് അഡൽട്ട് ആകുന്നു. ഇത് ഫീമെയിൽ അഡൽട്ട് ആണെങ്കിൽ നേരെ പോയി ആൾക്കാരെങ്കിലും കടിക്കാൻ നോക്കും. ഉടനെ ഇല്ല, 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഇനി കടിക്കാൻ പറ്റൂ. ഓക്കെ, അതുവരെ ഇങ്ങനെ മിണ്ടാതെ വെള്ളത്തിന്റെ മേലെ തന്നെ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ആരെങ്കിലും കടിക്കാൻ പോകും. ആൺകൊതുകാണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ദിവസം കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം അതിനെ മെയ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അതിന്റെ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ഇമ്മച്ചോ ആയിരിക്കും. അതിന് തലതിരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, സെക്സ് ഓർഗൻ നേരെ തലതിരിഞ്ഞിട്ടായിരിക്കും. ഒരു ദിവസം കഴിയണത് നേരെ തിരിച്ച് നല്ല കറക്റ്റ് പൊസിഷനിൽ വരാം. കറക്റ്റ് പൊസിഷനിൽ വന്നാൽ കഴിഞ്ഞാൽ മാത്രമേ അതിനെ മെയ്റ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ഒരു ദിവസം വെറുതെ ഇരിക്കണം നടത്താം. ഓക്കെ, പനഫിലസ് കൊതുകുകളെ കണ്ട പിന്നെ മനസ്സിലാവാനുള്ള
പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതിന്റെ ലാർവ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി നിന്നിട്ടുണ്ടാവും. പാരലായിട്ടാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ മുട്ടകളൊന്നും നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ സിംഗിൾ ആയിട്ടാണ് ഇടുന്നത്. പ്യൂപ്പ ഏത് മൊസ്കിറ്റോന്റെ ഒരുപോലെ തന്നെയായിരിക്കും. അഡൽട്ട് മൊസ്കിറ്റിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് എങ്ങനെയാണോ, സപ്പോസ് നമ്മുടെ വീട്ടിലെ ചുമരിൽ വന്നിരിക്കുകയാണ് കൊതുക്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഒരു ആംഗിൾ ഉണ്ടാകും. ഓക്കെ, അതൊരു സർഫസുമായിട്ടൊരു ആംഗിൾ ഉണ്ടാകും. അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അനഫിലസ് കൊതുകാണ്. അനഫിലസ് കൊതുക് മാത്രമേ ഈ ഒരു സിറ്റിംഗ് പോസ്ചർ, ഇരിക്കുന്ന ഈ രീതി ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ബാക്കി എല്ലാ കൊതുകുകളും വേറെ മാതിരിയാണ് ഇരിക്കുന്നത്. ക്യൂലസ് കൊതുകാണ്. ക്യൂലസ് കൊതുകിന്റെ പ്രത്യേകത, എക്സിന്റെ പ്രത്യേകത ഗ്രൂപ്പായിട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞു 100-200 മുട്ടകൾ ഉണ്ടാവും. ഇതൊക്കെ ഒട്ടിപ്പിടിച്ച് ഒരു കട്ടമരം എന്നല്ല, കാറ്റാമരം ഇംഗ്ലീഷിൽ പറയുന്നത്, ഒരു ബോട്ടിന്റെ ആകൃതിയിൽ, അതുകൊണ്ടാണ് ഇത് വെള്ളത്തിൽ പൊങ്ങിക്കുന്നത്. ഓക്കെ, ലാർവ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കണ്ടില്ലേ, ഇതിന് ഈ രീതിയിലാണ് തൂങ്ങി നിൽക്കുക, വെള്ളത്തിന്റെ സർഫസിൽ നിന്ന് തൂങ്ങി നിൽക്കുക. തൂങ്ങി നിൽക്കുന്നത് അതിന്റെ കുഴൽ ഉപയോഗിച്ചാണ്. ഈ കുഴലിന്റെ പേരാണ് സൈഫൺ എന്നാണ് പേര്. ഈ സൈഫണിന്റെ അറ്റ ചെറിയൊരു ദ്വാരമുണ്ട്, സ്പൈറക്കൽ എന്ന് പറയും. ഇതുവഴിയാണ് അതിന്റെ വായു എടുക്കുന്നത്. അല്ലാതെ വെള്ളത്തിൽ ലയിച്ച് കിടക്കുന്ന അലിഞ്ഞ ഓക്സിജൻ അതിന് ശ്വസിക്കാൻ പറ്റില്ല. അറ്റ്മോസ്ഫറിക് ഓക്സിജൻ തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറില്ലേ, നമ്മൾ ഏതെങ്കിലും പാത്രത്തിലോ മറ്റോ കൊതുകിനെ കണ്ടാൽ അവിടെ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാൽ മതി അല്ലേ, പറയാറുണ്ട്. അപ്പൊ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെ അതിന്റെ ശ്വസിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഏതെങ്കിലും അടച്ചു വെച്ച പോലെയായി. സർഫസ് ടെൻഷൻ കുറയുന്നു. ഇത് പുറത്തേക്ക് ഇടാൻ പറ്റില്ല. ഓക്കെ, പുറത്തേക്ക് വിട്ട് ഓക്സിജൻ വായു ശ്വസിക്കാൻ പറ്റില്ല, കട്ട് ഓഫ് ആയി പോകും. ഓക്കെ, അതുകൊണ്ടാണ് ചത്തുപോകുന്നത്, സഫോക്കേറ്റ് ചെയ്ത് ചത്തുപോകും. ഇപ്പൊ ഫീമെയിൽ മൊസ്കിറ്റോസിന്റെ സിറ്റിംഗ് പോസ്ചർ ഇങ്ങനെയാണ്, ആംഗിൾ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഏകദേശം പാരലായിട്ടാണ് അത് ഇരിക്കുന്നത്. അത് ബാക്കി എല്ലാ കൊതുകുകളും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഒരു ഏഡിസിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ എഗ്സ് സിംഗിൾ ആയിട്ടാണ് ഇടുക. ഓക്കെ, ചെറിയ മുട്ടകളാണ്. അതിന് സ്പോഞ്ച് പോലുള്ള മുട്ടയാണ്. വായു അറകളുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടി നീളം കൂടുതലുള്ള ലാർവയായിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പുഴുവിനെ പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. വെള്ളത്തിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പാമ്പ് പൊളയുന്നത് പോലെ പൊളയും. ജിഗ്സാഗ് മൂവ്മെന്റ് ആയിരിക്കും. ഓക്കെ, കാഴ്ചക്ക് ക്യൂലക്സ് മൊസ്കിറ്റോ പോലെ ആണെങ്കിൽ പോലും ധാരാളം വെളുത്ത പുള്ളികൾ ഉണ്ടാവും. മാത്രമല്ല ഇത് കടിക്കുന്നത് പകൽ സമയത്താണ്. ഇവിടെ ഏഡിസ് കൊതുകിനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാം. ഈ 2 പ്രധാനപ്പെട്ട വെക്ടേഴ്സ് ആണ്, ഏഡിസ് വെക്ടേഴ്സ് ആണ് നമ്മുടെ നാട്ടിലുള്ളത്. രണ്ടിനെയും നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ചെറിയൊരു ലെൻസ് മതി. അല്ലെങ്കിൽ നല്ല കാഴ്ച ശക്തിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, യങ്സ്റ്റേഴ്സിന് കണ്ണടയൊന്നും വേണ്ട. എനിക്കൊക്കെ കണ്ണട വേണം, അല്ലാത്തവർക്ക് ഞാനൊക്കെ പണ്ട് കണ്ണട ഇല്ലാതെ തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യാറ്. ഓക്കെ, അതിന്റെ തൊറാക്സിന്റെ ഭാഗം, തൊറാക്സ് എന്ന് പറഞ്ഞാൽ തലയുടെ തൊട്ട് പിന്നിലുള്ള ഭാഗത്തിനും തൊറാക്സ് എന്ന് പറയുന്നത്, മേൽഭാഗം അരിവാളിന്റെ ആകൃതിയിലുള്ള വെളുത്ത ലൈൻ ഉണ്ട് 2 ഭാഗത്തും. നടുക്ക് ചെറിയ 2 വരകൾ ഉണ്ടെങ്കിൽ അത് ഏഡിസ് ഈജിപ്റ്റയാണ്. ഇതാണ് പ്രധാനപ്പെട്ട വെക്ടർ. ഡെങ്കിപ്പനിയുടെയും സിക്കയുടെയും അല്ലെങ്കിൽ ചിക്കൻ ഗുനിയുടെ ഒക്കെ പ്രധാന വെക്ടർ എന്ന് പറഞ്ഞാൽ ഏഡിസ് ഈജിപ്റ്റയാണ്. സെക്കൻഡറി വെക്ടർ ഇപ്പൊ സെക്കൻഡറി ഒന്നല്ല, ഇതൊക്കെ പ്രൈമറി ആയി കഴിഞ്ഞു. ഏഡിസ് അൽബോപിറ്റസ് ആണ്, കാരണം ഇതാണ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ. ഓക്കെ, ഒറ്റ ലൈൻ മാത്രമേ ഉണ്ടാവും. നല്ല കറുപ്പ് പ്രതലത്തിൽ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കറുത്ത റോഡിൽ നടുക്ക് ആ ഡിവൈഡർ ലൈൻ വരച്ച പോലെ ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഉണ്ടാവും. ഓക്കെ, അത് ഏഡിസ് അൽബോപിറ്റസ് ആണ്. മാൻസോണിയ വളരെ പ്രത്യേകതയുള്ള കൊതുകാണ്. അത് നേരെ വെള്ളത്തിൽ മുട്ടയിടില്ല. അതിന് അക്വാട്ടിക് പ്ലാന്റ്സ് വേണം, ജലസസ്യങ്ങൾ വേണം, പായലുകൾ വേണം, പിസ്റ്റിയ, ഇക്കോർണിയ അങ്ങനെയുള്ള ചെടികളൊക്കെ വേണം. എങ്കിൽ മാത്രമേ അതിന് ജീവിക്കാൻ പറ്റൂ. എന്താ കാരണം? മുട്ട ഇടുന്നത് തന്നെ ഇലയിലാണ്, ഇലയിൽ ഒട്ടിച്ചു വെക്കുക. ഓക്കെ, ഇലയുടെ അടിഭാഗത്ത്. എന്നിട്ടത് വിരിയുന്ന സമയത്ത് ലാർവ താഴെ വീഴും. അതിന് മറ്റുള്ള കൊതുകുകളെ പോലെ അറ്റ്മോസ്ഫറിക് എയർ എടുക്കാൻ പറ്റില്ല, അന്തരീക്ഷത്തിൽ നിന്ന് വായു ശ്വസിക്കാൻ പറ്റില്ല. പിന്നെയോ അതിനാണ് അവർക്ക് അക്വാട്ടിക് പ്ലാന്റ്സ്. ഓക്കെ, ഇപ്പൊ പിസ്റ്റിയയുടെ വേരാണ് ഈ കാണിച്ചത്. അപ്പോൾ വേര് ബോട്ടണിക്കാർക്ക് അറിയാം, ഇതിൽ എയറൻഹൈം ഉണ്ട് അല്ലെ, വായു അറകളുണ്ട്. ആ വായു അറ കുത്തിത്തുളക്കാൻ കഴിവുള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു സൈഫണാണ് ഈ കൊതുക് ലാർവക്ക് ഉണ്ടാവുക. അത് കുത്തിത്തുളച്ച് അതിലുള്ള വായു വലിച്ചെടുക്കും. ഓക്കെ, അതിന്റെ പ്രത്യേകതയുള്ളതാണ്. കാഴ്ചക്ക് ക്യൂലക്സ് കൊതുകുകളെ പറ്റി പോലെ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി വർണ്ണ ശബളമായ മൊസ്കിറ്റോ, നല്ല മഞ്ഞ കളറൊക്കെ ഉള്ള കളർഫുൾ ആയിട്ടുള്ള മൊസ്കിറ്റോസ് ആണ്. നല്ല ഭംഗിയുണ്ടാവും മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ. ഓക്കെ, ഇത് കണ്ട കൊതുകിനെ കാണാത്തവർക്കാണ് ലാർവ ഏഡിസ് ലാർവയാണ്. അതിന്റെ മൂവ്മെന്റ് ശ്രദ്ധിച്ചു നോക്കുക, ഏഡിസ് ലാർവയാണ്. പ്യൂപ്പയും കാണാം, ലാർവയും കാണാം. ഓക്കെ, ആ കോമാ ഷേപ്പിലെ ചെറിയ വിത്തുകൾ പോലെയുള്ളതാണ് ലാർവ.
ലാർവ നമ്മൾ പിടിച്ചു വെച്ച് നമ്മളൊരു കുപ്പിയിലിട്ട് വെച്ചാൽ അതുകൊണ്ട് മേലൊരു തുണി കെട്ടി വെച്ചാൽ മതി, നിങ്ങൾക്ക് കൊതുക് പുറത്ത് വരുന്നത് കാണാം, നിങ്ങൾക്കത് ഐഡന്റിഫൈ ചെയ്ത് കൊതുകാണൊക്കെ അറിയാം. അത് ഞാൻ തന്നെ കളക്ട് ചെയ്ത കൊതുകുകളാണ്. എയ്ഡിസ് അൽബോപിറ്റസ് ആയിരുന്നു അത്. ഞാനിത് തൃശ്ശൂരിൽ നിന്നാണ് കളക്ട് ചെയ്തത്. തൃശ്ശൂർ പിന്നെ അവിടെ വടക്കുന്നാഥൻ ക്ഷേത്രത്തിന്റെ ചുറ്റുള്ള മരങ്ങളിൽ പക്ഷികൾക്ക് വെള്ളം കൊടുക്കാനുള്ള കുറെ പാത്രങ്ങൾ തൂക്കി വെച്ചിരുന്നു. അപ്പൊ അത് വേനൽക്കാലത്ത് വെള്ളം കുടിച്ചു, പക്ഷെ അത് മാറ്റിയില്ല. അപ്പൊ മഴക്കാലത്തും അതിൽ നിറയെ വെള്ളം വന്ന് നിറഞ്ഞു. ഓരോന്നിലും 100 കണക്കിന് കൊതുകുകളായിരുന്നു. 100. അവിടുന്ന് 2 or 3 പാത്രത്തിൽ നിന്ന് എനിക്കൊരു 500-600 എയ്ഡിസ് അൽബോപിറ്റസ് കളക്ട് ചെയ്യാൻ പറ്റി. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ പിറ്റേന്ന് തന്നെ എല്ലാ സ്റ്റേജും ഉണ്ടായിരുന്നു, അഡൽസ് പോലും ഉണ്ടായിരുന്നു അത് പുറത്ത്, ആ കൊതുകാണത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ പരിചയപ്പെടുത്താത്തത് ശരിയല്ലല്ലോ. നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു ആർമിജറസ് സബാൽബേറ്റസ്. കുറച്ച് ലേറ്റ് ആയ പ്രശ്നം ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, മുഴുവൻ പറയാൻ തീർക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇത് പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് നഗരങ്ങളിൽ കേരളത്തിലെ നഗരങ്ങൾ തന്നെയാണല്ലോ അല്ലെ, നാട്ടിൻപുറങ്ങളും നഗരങ്ങളായി മാറിക്കഴിഞ്ഞു. പണ്ട് കാലത്ത് ആൾക്കാർക്ക് ഈ കൊതുകിനെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം അക്കാലത്തൊന്നും ഇല്ല. പണ്ടത്തെ നാട്ടിൻപുറക്കാർക്കൊന്നും പുറത്തേക്ക് ഈ കൊതുകിനെ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട്, ഇപ്പോഴത്തെ കൊതുകിന്റെ ഒക്കെ വലിപ്പം കൂടിയല്ലേ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കൊതുകിന്റെ വലിപ്പം കൂടിയതല്ലത്, അത് വേറെ കൊതുക് തന്നെയാണ്, നിങ്ങൾ കാണാത്ത കൊതുകാണ്. അതാണ് ആർമിജറസ് കൊതുക്. നമ്മുടെ വൈകുന്നേരങ്ങളിൽ മിക്കവാറും നിങ്ങളെ വീട്ടിൽ വരാറുള്ള കൊതുക്. നല്ല വലിപ്പം ഉണ്ടാവും, അത് കടിച്ചിട്ടേ പോവും വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ആർമിജറസ് എന്നാണ് ആ കൊതുകിന്റെ പേര്. നല്ല സൈസ് ഉണ്ടാവും. അതിന്റെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അതിന്റെ പ്രൊബോസ് നോക്കിയിട്ടാണ്. നിങ്ങൾക്കൊന്നും പിന്നെ ലെൻസ് ഉണ്ടെങ്കിലേ പറ്റും. അതിന്റെ അറ്റം വളഞ്ഞ പ്രൊബോസ് ആയിരിക്കും, അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. ഓക്കെ, ഇത് പ്രധാനമായും ബ്രീഡ് ചെയ്യുന്നത് സെപ്റ്റിക് ടാങ്കുകളിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ സെപ്റ്റിക് ടാങ്ക് അടച്ചതാണല്ലോ, പിന്നെ എങ്ങനെയാണ് ബ്രീഡ് ചെയ്യുന്നത്? വളരെ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കൂ. ചിലപ്പം ചില ക്രാക്സ് ഒക്കെ ഉണ്ടാകും, ചില പൊട്ടുണ്ടാവും ഇവിടെ ഇവിടെയൊക്കെ. ഇതിലൂടെയൊക്കെ മൂപ്പറ് നുഴഞ്ഞു കയറും ഉള്ളിലേക്ക്. ഓക്കെ, അത് മാത്രമല്ല, ഇത് പതുക്കെ അഴുക്ക് ചാലുകളിലേക്ക് വന്നു കഴിഞ്ഞു. ഞാൻ കുറച്ച് വർഷം മുമ്പ് നമുക്കൊരു റിസർച്ചിന്റെ ആവശ്യത്തിന് എൻ്റെ സ്റ്റുഡൻസിനെ കണ്ണൂരേക്ക് പറഞ്ഞു വെച്ചു, ക്യൂലെക്സ് മൊസ്കിറ്റോസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ക്യൂലെക്സ് മൊസ്കിറ്റോസ് നമുക്കറിയാതെ ഡ്രെയിനേജിലാണ് ഉണ്ടാവുക, അഴുക്ക് ചാലിലാണ് കിട്ടുക. അപ്പൊ പുള്ളി കുറെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നോക്കുന്ന സമയത്ത് ഒരൊറ്റ ക്യൂലെക്സ് ഇല്ല, എല്ലാം തന്നെ ആർമിജറസാണ്. എന്ന് പറഞ്ഞാൽ അത് ഇൻവൈഡ് ചെയ്ത് കഴിഞ്ഞു. മറ്റുള്ള ബ്രീഡിങ് മൊസ്കിറ്റോസിന്റെ ബ്രീഡിങ് ഹാബിറ്റേറ്റ് ഇൻവൈഡ് ചെയ്ത് കഴിഞ്ഞത് ഡോമിനന്റ് ആയി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് ആർമിജറസ്. അത് ചില അസുഖങ്ങളൊക്കെ പരത്തുന്നുണ്ടെങ്കിൽ പോലും അത്ര വലിയൊരു വെക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് സെപ്റ്റിക് ടാങ്കിന്റെ ആ ഒരു വെൻ ട്യൂബാണിത്. അപ്പൊ അതിവിടെ നിൽക്കുന്നതൊക്കെ പിന്നെ ആർമിജറസ് മൊസ്കിറ്റോ ആണ്. അത് പക്ഷി തിന്നുന്നതാണ്. അതിനെ വെച്ച് പിന്നെ കാണിക്കാം. ഓക്കെ, ഇപ്പം ബ്രീഡിങ് ഹാബിറ്റേറ്റ്സ് ഓടിച്ച് പറയാം. അനഫിലസ് മൊസ്കിറ്റോസ് ക്ലീൻ വാട്ടറിലാണ് ബ്രീഡ് ചെയ്യുക, പൊല്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ക്യൂലെക്സ് മൊസ്കിറ്റോസ് രണ്ടിനും ബ്രീഡ് ചെയ്യും, എന്നാലും പ്രിഫർ ചെയ്യുന്നത് അഴുക്ക് വെള്ളമാണ്. ഏഡിസിന് അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. ചെറിയ പാത്രങ്ങളിലാണ് ബ്രീഡ് ചെയ്യുന്നത്. മരപ്പത്തിൽ ബ്രീഡ് ചെയ്യും, ഈ റബ്ബർ പാലെടുക്കുന്ന പാത്രങ്ങളിൽ ബ്രീഡ് ചെയ്യും. എന്ത് പാത്രമായാലും, ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു ഷീറ്റ് മടങ്ങി നിന്നിരുന്നതിൽ വെള്ളം ഉണ്ടെങ്കിൽ പോലും അവിടെ ബ്രീഡ് ചെയ്യും. കുറച്ച് പല മുട്ടത്തോടിലും പോലും അത് ബ്രീഡ് ചെയ്യും. ഓക്കെ, പലതരത്തിലുള്ള ഇത് ഹെൽത്ത് സർവീസുള്ള ആളുകൾ നമ്മൾ പരിശോധിക്കുന്ന ഇതൊക്കെ എയ്ഡിസ് ലാർവകൾ നമ്മൾ കളക്ട് ചെയ്ത സ്ഥലങ്ങളാണിത്. അത് വിലങ്ങാട്, ഇപ്പൊ അടുത്ത് ഉരുൾപൊട്ടലുണ്ടാകിയ വിലങ്ങാടാണിത്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങൾ കളക്ട് ചെയ്താണ് സ്ഥലമാണ്. അപ്പൊ ഇതുപോലെയുള്ള നമ്മുടെ വീട്ടിലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവും. ഇതൊക്കെ പിന്നെ ലക്കി ബാംബു, പിന്നെ എന്താണ് മണി പ്ലാന്റ്, നമ്മൾ വീട്ടിനുള്ളിൽ വളർത്തുന്നതാണല്ലോ, അതൊക്കെ ബ്രീഡിങ് ഉണ്ടാവും. ഫ്രിഡ്ജിന്റെ ബാക്കിൽ ഉണ്ടാവാം. ഇത് മാൻസോണിയാണ്, ചെടികൾ വേണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കൊതുകുകളെ പറ്റി പറയാനുള്ളത്. ഇതിന്റെ കൺട്രോൾ ഒന്നും പറയാൻ ഇപ്പൊ നമുക്ക് സമയമില്ല. ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള കൊതുകാണ്. ഇത് പിക്ചർ പ്ലാന്റ് നിങ്ങൾ കേട്ട് കാണും അല്ലെ, കാർണിവോറസ് പ്ലാന്റുകൾ, മാംസഭോജികളായിട്ടുള്ള ചെടികളുണ്ടല്ലോ, അതിൽ ബ്രീഡ് ചെയ്യുന്ന ഒരു കൊതുകാണിത്. വിയോമിയ സ്മിതി എന്ന് പറയുന്നത്. അധികം കൂടുതൽ പറയാൻ നമുക്ക് സമയമില്ല. പിന്നെ നമുക്ക് നേച്ചറിൽ തന്നെ, നമുക്ക് പ്രകൃതിയിൽ തന്നെ പലതരത്തിലുള്ള ശത്രുക്കളുണ്ട് പിന്നെ കൊതുകൾക്ക്. അപ്പൊ നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആണല്ലോ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ. പ്രിഡേറ്റേഴ്സിനെ കൺസേർവ് ചെയ്യുക, പല ജീവികളെയും കൺസേർവ് ചെയ്യുന്ന വഴി തന്നെ നമുക്ക് മൊസ്കിറ്റോസിന്റെ എണ്ണം
കുറക്കാൻ പറ്റും. പലതരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്, ടോക്സോറിങ്കേറ്റസ് ലാർവയുണ്ട്. ഇത് ഓട്ടോണേറ്റ, നമ്മുടെ തുമ്പികളുടെ നിംഫാണിത്. ഇതൊക്കെ നല്ല പ്രിഡേറ്റേഴ്സ് ആണ്. ഓക്കെ, അഡൽട്സ് ആണെങ്കിൽ പക്ഷികൾ, പല പക്ഷികളുണ്ട്, സ്പൈഡർ ഉണ്ട്, വവ്വാലുകൾ, തുമ്പി, ഇതൊക്കെ കൊതുകുകളെ കടിക്കും. അപ്പൊ ഇതിനൊക്കെ സംരക്ഷിക്കുന്ന വഴിയും നമുക്ക് പോപ്പുലേഷൻ കുറക്കാൻ പറ്റും. ഇതൊരു നേരത്തെ കാണിച്ച പക്ഷിയാണ് ബ്ലാക്ക് ട്രോങ്കോ ഡിക്രൂറസ് മാക്രോസിറസ്. അതായത് പക്ഷി വിദഗ്ധർ ഇവിടെ ഉണ്ടാവും. ഇതൊന്നും തെറ്റുണ്ടെങ്കിൽ അവർക്ക് തിരുത്താം. ഞാനൊരു പക്ഷി വിദഗ്ധനല്ല. ഓക്കെ, അപ്പോൾ ഈ പക്ഷികൾ ധാരാളം 100 കണക്കിന് കൊതുകുകൾ ഇങ്ങനെ തിന്നും. ഇത് നമ്മൾ തന്നെ വീഡിയോ എടുത്ത എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. വേറെ എവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തതല്ല. ഓക്കെ, ഇപ്പോൾ കൺട്രോൾ, നമുക്ക് പലതരത്തിലുള്ള കൺട്രോൾ മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല എല്ലാം. ചിലതൊക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാം. കെമിക്കൽ കൺട്രോളും ജനറ്റിക് കൺട്രോളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കൊതുക് ബ്രീഡ് ചെയ്യാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഒഴിവാക്കുക. സോഴ്സ് റിഡക്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്, അല്ലെ? ഇപ്പൊ ചിരട്ടയും മറ്റു പാത്രങ്ങളെല്ലാം പുറത്ത് വലിച്ചെറിയാതെ ഇരിക്കുക. അഥവാ ഇട്ടാൽ തന്നെ അതൊക്കെ കമഴ്ത്തി വെക്കുക, അല്ലെങ്കിൽ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുക. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വെള്ളം ഒരാഴ്ചയിൽ കൂടുതൽ കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുക. അത് എന്തും മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പൊതുജനങ്ങളുടെ സഹായത്തോടെ കൊതുകുകളെ നിയന്ത്രിക്കുന്നത് അതാണ്. അതേപോലെ അതേ പറ്റും. പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഡെങ്കിപ്പനി പരത്തുന്ന ഏഡിസ് കൊതുകുകളെ നിയന്ത്രിക്കാൻ പറ്റും. അതിന് നമ്മൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. വെറും ഫോഗിങ് കൊണ്ടൊന്നും നടക്കില്ല. സോഴ്സ് റിഡക്ഷൻ ദാറ്റ് ഈസ് ദി ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. ഇനിയും കുറെ പറയാനുണ്ട്, പക്ഷെ ഇന്ന് സമയമില്ല. കുറച്ച് സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇത് പറയണമല്ലോ. ഇനി നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ സമാധാനത്തിൽ നമുക്ക് കൊതുകുകളെ പറ്റി പറയാൻ പറ്റും. ഒന്നും വിടാൻ പറ്റാത്ത കാര്യങ്ങളാണ് എല്ലാം തന്നെ. ആദിത്യൻ എ സാജ് കയ്യുയർത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ ചോദിക്കാം നേരിട്ട്. ഷെയറിംഗ് ഒന്ന് ഒഴിവാക്കാം. സമയം ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പം ചാറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സമയം ലാഭിക്കായിരുന്നു. ആരും കിട്ടിയിട്ടുണ്ടോ? അറേഞ്ച് 1 more ക്ലാസ് കിട്ടിയിട്ടുണ്ട് ഷൈനി. ഇതിന്റെ ഒരു തുടർച്ച അല്ലെ, 2ാം ഭാഗം. നിങ്ങളൊക്കെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ യു ക്യാൻ അറേഞ്ച്, സ്കൂളുകൾക്ക് അറേഞ്ച് ചെയ്യാൻ എനിക്ക് ക്ലാസ് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. മോസ്കിറ്റോ ചോറിൽ വന്നിരിക്കുന്ന കണ്ടിട്ടുണ്ട്, കാരണം എന്താണ് ചോദിച്ചിട്ടുണ്ട് ബിന്ദു. ഏതാണ് മോസ്കിറ്റോ ചോറിൽ വന്നിരിക്കുന്നതിന് കാരണം എന്താണ്? ചോറില? ആ, ചിലപ്പോ ഗ്ലൂക്കോസ് ഇതുകൊണ്ടായിരിക്കാം. ഗ്ലൂക്കോസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്, ഫുഡിന് വരാറുണ്ട്. അത് മെയിലും വരും ഫീമെയിലും വരും. അത് ചിലപ്പോൾ പൂവാണെന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്നതായിരിക്കാം. എന്തെങ്കിലും അതിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടാവും. ക്വസ്റ്റ്യൻസ് വായിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. ചാറ്റ് ബോക്സിലുള്ള ക്വസ്റ്റ്യൻസ്. വേറെ ക്വസ്റ്റ്യൻ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. ഒക്ടനോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒക്ടനോൾ ഒരുതരം ആൽക്കഹോളാണ്. ഈഥൈൽ ആൽക്കഹോൾ പോലെയുള്ള മറ്റൊരു ആൽക്കഹോളാണ് ഒക്ടനോൾ. അത് നമ്മുടെ വേർപ്പിലുണ്ടത് ചെറിയ അതിന്റെ അംശം. അത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് അട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. ട്രാപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈസ് ആഫ്രിക്കൻ തുളിപ് ട്രീ ഏബിൾ ടു മൊസ്കിറ്റോ കൺട്രോൾ? ഞാനത് എന്തായാലും ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടാവും. അല്ലാണ്ട് അങ്ങനെ വലിയൊരു മൊസ്കിറ്റോ കൺട്രോൾ ആയിട്ടൊന്നും ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. റിപ്പലൻ പ്ലാന്റ്സ് ശരിക്കും യൂസ്ഫുൾ തന്നെയാ. മറ്റേ നമ്മളെ കരിനൊച്ചി പോലുള്ള അതൊക്കെ ചെറിയ രീതിയിൽ, അതൊന്നും അത്ര ലോങ് ലാസ്റ്റിക് ഒന്നുമല്ല. കുറച്ച് സമയം അത് റിപ്പൽ ചെയ്യായിരിക്കും. കാരണം നമ്മളെ ഒന്നാമത് മാസ്ക് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വേർപ്പിന്റെ മണമൊക്കെ മാസ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൊതുകിന് തിരിച്ചറിയാൻ പറ്റില്ല. അഥവാ തന്നെ ചില ഉണ്ട്. നമ്മൾ ഇതൊക്കെ നല്ലതാണ്. ഇതില്ലേ പുൽത്തൈലൊക്കെ എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ആണ്. അപ്പൊ അത് പക്ഷെ എന്താണ് കുറച്ച് സമയം ഉണ്ടാവും. അത് നമ്മൾ അപ്പോഴേക്കും നമ്മൾ ഉറങ്ങിപ്പോവും. അത് വേറെ കാര്യം. പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വന്ന് കടിക്കുന്നുണ്ടാവും. ഫുഡ് എന്താണ് ആരോ ചോദിച്ചത്? മൊസ്കിറ്റോ ലാർവ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിൽട്ടർ ഫീഡേഴ്സ് ആണത്. അതുകൊണ്ട് എന്ത് ഓർഗാനിക് മാറ്ററും വെള്ളത്തിലുണ്ടെങ്കിൽ അത് കഴിക്കും. അത് ബാക്ടീരിയ ഒരു ഫുഡാണ്. പക്ഷെ അതിനങ്ങനെ സെലക്ട് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അതിങ്ങനെ ഒരു ബ്രഷ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ ഫാൻ എന്നാ പറയാം.
അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ചെറിയൊരു വാട്ടർ ഫ്ലോ വായിലേക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിലെന്ത് കൊടുക്കുന്നോ അതൊക്കെ ഉള്ളിലേക്ക് പോകും. അവിടെ നമ്മൾ കീടനാശിനി ഒഴിച്ചാൽ അതും ഉള്ളിലേക്ക് പോകും. അങ്ങനെയാണ് അത് ചാവാൻ കാരണം. അങ്ങനെയാണ് നമ്മൾ കൊല്ലുന്നത് മൊസ്കിറ്റോ ലാർവയെ. പിന്നെ വളരെ അപൂർവം മൊസ്കിറ്റോസ് നേരത്തെ പറഞ്ഞ പ്രിഡേറ്ററി ഉണ്ട്, നേരത്തെ പറഞ്ഞ ടോക്സോറിങ്കൈറ്റിസ് ഉണ്ട്, ലൂട്സിയ ഉണ്ട്. അപൂർവം മൊസ്കിറ്റോസ് അങ്ങനെയുള്ളൂ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള. ബാക്കിയുള്ള ഫിൽട്ടർ ഫീഡേഴ്സ് ആണ്. പ്രിയ, രജിത് കുമാർ എന്തൊക്കെ ചോദിക്കാനുണ്ടോ? സോൾട്ട് വാട്ടർ മോസ്കിറ്റോനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പ്രിയ. ഞാനതൊക്കെ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു സ്ലൈഡ് ചിലപ്പം കണ്ടു കാണും. സോൾട്ട് വാട്ടറിൽ ബ്രീഡ് ചെയ്യുന്ന കൊതുകുകളുണ്ട്, പക്ഷെ മെജോറിറ്റി ഓഫ് കൊതുകും എന്താണ് ഫ്രഷ് വാട്ടറിൽ ബ്രീഡ് ചെയ്യുന്നവയാണ്. എന്നാൽ സോൾട്ട് വാട്ടറിൽ ബ്രീഡ് ചെയ്യുന്ന കുറേ മൊസ്കിറ്റോസ് ഉണ്ട്, കേരളത്തിലും ഉണ്ട്. ഓക്കെ, കേരളത്തില് പ്രധാനമായും 2 മൊസ്കിറ്റോസ് ആണ് നമ്മൾ കണ്ടത്. ഒന്ന് ക്യൂലസ് സിറ്റിയൻസ് പറഞ്ഞൊരു കൊതുകുണ്ട്. അത് വേനൽക്കാലമായാലും നിങ്ങൾക്ക് കാണാം, അത് ആയിരക്കണക്കിന് ലാർവ ഉണ്ടാവും ഈ ഉപ്പുവെള്ളത്തിലുണ്ടാവും. പ്രത്യേകിച്ചും വേലിയേറ്റത്തിൽ കയറി വരുന്ന വെള്ളത്തിലുണ്ടാവും. നിങ്ങൾക്ക് കാണാം, സർഫസ് ഇങ്ങനെ കംപ്ലീറ്റ് മൂടിയിട്ടുണ്ടാവും അത്. പിന്നുള്ളത് പിന്നെ അനഫിലസ് സപ്പിറ്റസ് ഉണ്ട്. ഇത് പിന്നെ നേരത്തെ കാണിച്ച അനഫിലസ് സൂഡോസ് ഉണ്ടായിക്കസ്, അതൊക്കെ ഏകദേശം ഒരു 30 ppt വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം കടൽ വെള്ളത്തിന്റെ ആ ഒരു ഗാഠത ഉള്ള സ്ഥലത്തിനത് ബ്രീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ അൻഡമാൻ നിക്കോബാറില് അനഫിലസ് സണ്ടായിക്കസ് എന്നൊരു മൊസ്കിറ്റോ ഉണ്ട്. അതൊരു എന്താണ് മലേറിയ വെക്ടർ തന്നെയാണ്. അതുപോലെ കേരളത്തിലുള്ള അനഫിലസ് സപ്പിറ്റസ് ഉപ്പുവെള്ളത്തിൽ ബ്രീഡ് ചെയ്യുന്നതിനെ ഞങ്ങൾ മോളിക്കുലറായിട്ട് ഇത് നോക്കിയപ്പോൾ അത് സപ്പിറ്റസ് ബി എന്ന് പറയുന്ന പ്രത്യേക സ്പീഷീസ് ആണ്. അത് വെക്ടറാണ്. അത് എൻ്റെ ഒരു സ്റ്റുഡന്റിന്റെ PhD വർക്കാണത്. അത് PhD വൈവ അടുത്ത ആഴ്ചയാണ്. മന്തിയുടെ രാത്രി സമയത്താണ് പറയാൻ കാരണം. ഓക്കെ, കാരണം എന്ന് വെച്ചാല് മന്തിന്റെ വിരകൾ ഒരു മൈക്രോഫൈലേറിയ അത് പെരിഫറൽ ബ്ലഡ് സ്ട്രീമിൽ വരുന്നത് രാത്രിയാണ്. എന്തുകൊണ്ടാണ് രാത്രി? അങ്ങനെ എവല്യൂഷൻ വഴി വന്നതാണത്. കാരണം അത് പരത്തുന്ന ക്യൂലസ് കിങ്കിഫേഷ്യസ് മൊസ്കിറ്റോസ് അത് രാത്രി കടിക്കുന്നവയാണ്. അപ്പൊ അതിനെ സിങ്ക്രണൈസ് ചെയ്തുകൊണ്ടാണ് അതിന്റെ പെരിഫറൽ ബ്ലഡിൽ വരുന്നത്. അപ്പൊ മൊസ്കിറ്റോ കടിക്കുമ്പോൾ അതിന് കിട്ടുമല്ലോ. അപ്പൊ പകൽ സമയത്ത് കഴിഞ്ഞത് ഇന്റേണൽ ഓർഗനിൽ ഉള്ളിലേക്ക് പോകുന്നത്. അത് നമുക്ക് പെരിഫറൽ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടില്ല. പക്ഷെ ഇപ്പം നമുക്ക് അതിനൊക്കെ ആന്റിജൻ ആന്റിബോഡി ടെസ്റ്റ് ഉണ്ട്. പകല് വേണമെങ്കിൽ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അത് രസകരം അതല്ല. പിന്നെ അൻഡമാൻ നിക്കോബാറിലെ ഏഡിസ് നിവിയസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട്. അത് ഏഡിസ് ആണല്ലോ, പകൽ കടിക്കുന്നതാണ്. അവിടെയുള്ള മന്ത് പിന്നെ ആളുകളിൽ മൊസ്കിറ്റോ ഈ ഒരു മൈക്രോഫൈലേരിയ പുറത്ത് വരുന്നത് പകൽ സമയത്താണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് അത് പെരിഫറൽ ബ്ലഡിൽ ആ സമയത്ത് വരുന്നത്. അത് മൊസ്കിറ്റോസിന്റെ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും രസകരമായ ചോദ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആർമിനിജറസ് പിന്നെ പരത്തുന്നത് പിന്നെ മൃഗങ്ങളിലുള്ള ചില ഫൈലേരിയാസിസ് ഉണ്ട്. പിന്നെ സിക്ക പരത്താനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും അത്ര ഒരു സ്ട്രോങ് വെക്ടർ എന്നല്ല. അതുപോലെ ഡൈലോഫൈലേറിയ, ഡോഗ് ഹാർട്ട് വർം എന്ന് പറയുന്നത് അങ്ങനത്തെ ചില അനിമൽസിൽ പരത്തുന്നത്. അത് ചിലപ്പോൾ അത് മനുഷ്യരിൽ, ഇപ്പൊ ഹാങ്കി എന്നൊക്കെ പറയുന്ന ചില ഫൈലേരിയാസ് ഉണ്ട്. മൃഗത്തിന്റെ ഫൈലേരിയസ് ആണ്, പക്ഷെ അത് മനുഷ്യരിലും വരുന്നുണ്ട്. തായ്ലൻഡിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും പക്ഷെ അത് വലിയൊരു പ്രോബ്ലം ഒന്നും ആയിട്ടില്ല ഇതുവരെ. ഈ പിന്നെ കൊതുകുകള് എന്തെങ്കിലും തരത്തില് പ്രകൃതിക്ക് ഗുണകരമാവുന്നുണ്ടോ എന്ന് വിമൽ ചോദിച്ചിട്ടുണ്ട്. അത് സാധാരണ കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഗുണകരം എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞതുപോലെ ഇത് നേരത്തെ കണ്ടില്ലേ, പല ജീവികൾ ഇതിനെ ഭക്ഷിക്കുന്നുണ്ട് അല്ലെ. അത് പാർട്ട് ഓഫ് ഫുഡ് വെബാണ്. ഫുഡ് വെബിന്റെ ഭാഗമാണ്, ഭക്ഷണമാണ് മത്സ്യങ്ങൾക്കും. സ്പൈഡർ പിന്നെ ലാർവയാണെങ്കിൽ മത്സ്യങ്ങൾ, പലതരം ഇൻസെക്ട്സ് ഉണ്ട്. ഡ്രാഗൺ ഫ്ലൈയുടെ ലാർവ മാത്രമൊന്നല്ല, മറ്റ് പല ജീവികൾ അത് കഴിക്കുന്നുണ്ട്. ഒരു ഫുഡാണ്. അതേപോലെ അഡൽട്ട് മൊസ്കിറ്റോസ് ആണെങ്കിൽ നേരത്തെ പക്ഷികൾ തിന്നുണ്ടില്ലേ, സ്പൈഡേഴ്സ് തിന്നും, പല്ലി തിന്നും. ഓക്കെ, അപ്പൊ അത് പാർട്ട് ഓഫ് ഫുഡ് പിന്നെ ഫുഡ് വെബാണ്. പക്ഷേ ഒരു ജീവിയും മൊസ്കിറ്റോസിനെ മാത്രം കഴിച്ച് ജീവിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് ചില സ്റ്റഡീസ്. അതിനെപ്പറ്റി പഠനം നടന്നിട്ടുണ്ട്. മൊസ്കിറ്റോ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള അതിനെപ്പറ്റി കുറെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് പിന്നെ ഇതാണ്. അപ്പം അതിന് റോൾ ഉണ്ട്. പോളിനേറ്റേഴ്സ് കൂടിയാണ്, പോളിനേഷൻ ഉണ്ട്. പക്ഷെ അത് അത്ര നല്ല പോളിനേറ്റേഴ്സ് ഒന്നല്ല. ഏറ്റവും നല്ല പോളിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബീസ് ആണല്ലോ. അത്ര നല്ല പോളിനേറ്റേഴ്സ് ഒന്നല്ല, ചാൻസ് ഉണ്ട് എന്ന് മാത്രം. കാരണം അതിന്റെ പ്രൊപ്പോസസ് അത്ര നീളമുള്ളതല്ല. അതങ്ങ് അടിയിലങ്ങ് പിന്നെ നെക്ടർ എത്താനൊക്കെ ചെറിയ പൂവിൽ നോക്കിയാൽ എടുക്കാൻ പറ്റും. അത്ര വലിയ പൂവിൽ നിന്നും അതിന് പിന്നെ നെക്ടർ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ
പോളൻ ഗ്രെയിൻസ് അതിൽ ഒട്ടിപ്പിടിക്കുന്ന സാധ്യതയൊക്കെ കുറവാണെന്നാണ് പറയുന്നത്. ഒരുപാട് സ്റ്റഡീസ് അതിലും നടന്നിട്ടുണ്ട്. അപ്പം ഒരു മൊത്തത്തിലുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേപ്പർ നേച്ചറിലോ മറ്റൊന്ന് പേപ്പറിലാണ് അവർ പറയുന്നത് മൊസ്കിറ്റോസ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ. ഇനി പുതിയ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ മാത്രം. എനിത്തിങ് ഇൻട്രസ്റ്റിംഗ്? എന്തൊക്കെയോ വന്നിട്ടുണ്ട് ചോദ്യങ്ങൾ അല്ലേ? ചോദിച്ചോളൂ ശ്രീകാന്തേ. DNA എന്നെല്ലാം ചോദ്യം ചോദിക്കുന്നുണ്ട്. DNA അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇതില്. ഡാറ്റ നോട്ട് അവൈലബിൾ. അത് ശരി ശരി. കൃത്യമായി കണക്കില്ല എന്നാണ്. കൃത്യമായൊരു കണക്കില്ല. കാരണം നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മുടെ നാഷണൽ വെക്ടർ ബോർൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ ലെവലുള്ള ഒരു പിന്നെ ഓർഗനൈസേഷൻ ഉണ്ട്. അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്. അതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് കണക്കെടുക്കാൻ പറ്റില്ല കേട്ടോ. അതിലവർ കൊടുത്തിട്ടില്ല. കൊതുക് കടിക്കുന്നതുകൊണ്ട് ഇമ്മ്യൂണോളജിക്കൽ എന്തെങ്കിലും പിന്നെ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചോദ്യം, പിന്നെ ഡോഗ്സിന് മൈക്രോഫൈലേറിയ രാവിലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്, രാത്രി മാത്രമല്ലേ കിട്ടേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ വേറെ സ്പീഷീസ് ആണ്. നമ്മൾ പിന്നെ ഹ്യൂമൻ സ്പീഷീസ് അല്ല, അതിന്റെ കൊതുകും വ്യത്യാസമുണ്ട്. അതുകൊണ്ടായിരിക്കും അതിൽ വ്യത്യാസം ഉണ്ടാവാൻ കാരണം. അതിലൊന്നും അധികം സ്റ്റഡീസ് ഒന്നും നടന്നിട്ടുമില്ല. നമ്മളെ ഫൈലേരിയസ് അല്ല ഡോഗിലുള്ളത്, വ്യത്യാസമുണ്ട്. ആരോ മൈക്ക് ഡീആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ആരുടെയോ. പിന്നെന്താണ് ഇമ്മ്യൂൺ? അതൊന്നും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഇങ്ങനെ ഇൻജക്ട് ചെയ്യാണല്ലോ, ഫോറിൻ ആന്റിജൻ ആണല്ലോ ഇൻജക്ട് ചെയ്യുന്നത്. പിന്നെ ഉണ്ട് ഒരു പിന്നെ റെസ്പോൺസ്. നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ മൊസ്കിറ്റോ, ഓക്കെ, ഏഡിസ് ആണ്, ഏഡിസ് ഈജിപ്റ്റായി, അത് നമ്മളെ കടിക്കുന്നു, സ്ഥിരമായിട്ട് കടിക്കുന്ന കൊതുകാണത് ത്രൂ ഔട്ട് അവർ പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട്. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ആ കൊതുക് കടിച്ചാലുള്ള ചൊറി കുറയും. ഓക്കെ, നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ റെസ്പോൺസ്, ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസിന്റെ ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഈ ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്താ പറയേണ്ടത്, സഹിക്കാൻ പറ്റില്ല. ഭയങ്കര ഇതായിരിക്കും, പിന്നെ അലർജി ആയിരിക്കും. ഇപ്പോൾ സമയം വൈകി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ആരോ പറഞ്ഞതുപോലെ പിന്നെ മറ്റൊരു സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഒരു മണിക്കൂർ ചർച്ച ചെയ്യാൻ തന്നെ വേണ്ടി വരും. ശ്രീകാന്ത് എന്ന് പറഞ്ഞാൽ എന്തോ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി പറയാമോ? എന്താ ചോദിച്ചത്? ശ്രീകാന്ത് നേരത്തെ രജിസ്റ്റർ അയാൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്തോണ്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടാ മതിയായിരുന്നു. മോസ്കിറ്റോ വെയിനിൽ മാത്രമാണോ കടിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, വെയിനിൽ മാത്രമല്ല. അത് വെയിനിൽ ഇത്ര വലിയ വെയിനിലൊന്നും നേരിട്ടും ഇല്ല. അത് കാപ്പിലറീസ് ആണ്, കാപ്പിലറീസിലാണ് അത് ചെയ്യുന്നത്, വെന്യൂൾസിലല്ല. വെയിനോ അല്ലെങ്കിൽ ആർട്ടറിയിലോ നേരിട്ടല്ല, അത്ര ആഴത്തിലൊന്നും പോകുന്നില്ല. അത് കാപ്പിലറീസ് ആണ്. അപ്പൊ അതൊക്കെ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിനെ കാപ്പിലറീസ് ഡിറ്റക്ട് ചെയ്ത് പിന്നെ തുളച്ച് അതിൽ നിന്നാണ് കിട്ടുന്നത്, ബ്ലഡ് എടുക്കുന്നത്. എന്നിട്ട് അത് ആ ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യുക. സലൈവ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ബ്ലഡ് ഫ്ലോ ആ പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് അതിനെ വലിച്ചു കുടിക്കാൻ പറ്റും. പിന്നെ അതിൽ ആന്റി കോയാഗുലന്റും ഉണ്ട്. അതിൽ ചിത്രങ്ങളൊന്നും കാണിക്കാനുള്ള സമയം നമുക്കില്ല. പ്രൊബോസിസ് എന്ന ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്. എലഫന്റിന്റെ ഫീഡ് ചെയ്യുന്നുണ്ടാവും, എനിക്ക് അറിയില്ല. എൻ്റെ അങ്ങനെ റിപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല. കാരണം അതിന്റെ സ്കിൻ അത്ര കട്ടിയായത് കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആരും റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല. ഇല്ലാന്ന് നമുക്ക് പിന്നെ 100% പറയാനും പറ്റില്ല. ചിലപ്പം അടിഭാഗത്തൊക്കെ കടിക്കാൻ പറ്റുമല്ലോ. എനിക്ക് പിന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ആൻസർ പറയാൻ പറ്റില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല, റിപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല ഇവിടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ആനയുടെ എൻ്റെ മനസ്സിൽ അങ്ങനെ പോയിട്ടില്ല, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, നമുക്ക് പതുക്കെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു സർ. ആയിക്കോട്ടെ. അപ്പോ വളരെ
വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അതിനെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളോട് സാറ് കുറെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ആവശ്യം സെക്കൻഡ് പാർട്ട് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ മൈക്ക് ഓൺ ആക്കിയാൽ ചിലപ്പോൾ ഇന്ന് രാത്രി തീരില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും നല്ലൊരു ടോപ്പിക് ഇത്രയും സിമ്പിൾ ആയിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടും പ്രസന്റ് ചെയ്ത സുമോദൻ സാറിന് വർക്ക് വിത്ത് VC ഗ്രൂപ്പിന്റെ ബാക്കി ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളുടെയും പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഏതെങ്കിലും അംഗങ്ങൾക്ക് പിന്നെ എന്റെ നമ്പറൊക്കെ വേണമെങ്കിൽ കൊടുത്തോളൂ. ദേ ക്യാൻ കോൾ മീ ഡയറക്ട്ലി. ഓക്കെ ഓക്കെ സർ, ശരി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. Good night, sir. Sumodata, thank you so much. Wonderful class. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night, all.